സാറ്? സാറേ, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമുക്ക് ജ്യോതി ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ. നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് 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 ഈശ്വരൻ. പ്രാർത്ഥന ചൊല്ലാം. ഉഷാമയുണ്ടോ? ഉഷാമ പ്രാർത്ഥനയല്ലേ? നമസ്കാരം. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിലുണരുവാൻ ആനന്ദമൂർത്തി കനിയണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയണമേ. ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായി എന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മളുടെ വിഷയം മുടിയാണ് തന്നിരിക്കുന്നത്. എനിക്ക് വിഷയം തന്നിരിക്കുന്നത് മുടിയാണ്. അതായത് നമ്മുടെ കേരളത്തില് മുടി, മുട്ടോളം എത്തുന്ന മുടി സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. വളരെ സ്ത്രീകളുടെ സൗന്ദര്യത്തിന്റെ ലക്ഷണം മുടിയുടെ നീളം എത്രമാത്രം, മുടി എത്ര തിക്ക്, എത്ര കറുപ്പ് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അതിന്റെ സൗന്ദര്യം. പുരുഷന്മാരിലും
മുടി നല്ല നല്ല തിക്കായിട്ടും നല്ല ഒതുങ്ങിയിരിക്കുന്ന മുടി. അതൊരു ചെറിയ ചുരുളിമ ഉണ്ടെങ്കിൽ അതൊരു ഭംഗിയായിട്ട് കണക്കാക്കുന്നു. അതൊരു സൗന്ദര്യ ലക്ഷണങ്ങളിൽ സൗന്ദര്യത്തിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനം മുടി ആയി കണക്കാക്കി വരുന്നുണ്ട്. ഈ മുടി ധാരാളം ഉണ്ടാവുക, നല്ലോണം ഉണ്ടാവുക, നല്ല കറുത്തിരിക്കുക എന്ന് എല്ലാവരുടെയും കൊതിയാണ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. അതാണ് സാധാരണഗതിയിൽ ഞാൻ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ്. എൻ്റെ കുഞ്ഞുനാളിൽ എന്തോരം മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഒന്നുമില്ല, എലിവാല് പോലെ ഇരിക്കുന്നു. അതായത് മുടി കൊഴിഞ്ഞു 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 കൊഴിഞ്ഞ് തീരുന്നു. ചിലരില് കഷണ്ടി ഉണ്ടാവുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ മുടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മുറിഞ്ഞു പോവുക, കീറിപ്പോവുക, ഇതെല്ലാം എന്തിന്റെ കാരണം എന്താണെന്നുള്ളതാണ്. കാരണം എന്താണ്, മുടി എന്താണ് എന്ന് നമ്മൾ അറിയണം. മുടി എന്താണ് എന്നറിഞ്ഞാല് മുടി ഉണ്ടാകാനുള്ള നടപടി നമുക്ക് എടുക്കാൻ പറ്റും. മുടി ഉണ്ടാകാനും മുടിക്കുണ്ടാകുന്ന ദോഷങ്ങൾ, അതില് നമുക്ക് താരൻ പോലെയുള്ളതെല്ലാം നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നു. താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ കളയാം, എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. ആദ്യം അറിയേണ്ടത് മുടി എന്ന് പറഞ്ഞാൽ എന്താണ്. മുടി എന്ന് പറയുന്നത് പ്രോട്ടീന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. അതായത് ശരീരം നാം കഴിക്കുന്ന പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് മുടി. അപ്പൊ നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ക്വാണ്ടിറ്റി, അപ്രോപ്രിയേറ്റ് പ്രോട്ടീൻ ചെന്നാല് മുടി ആവശ്യത്തിന് ഉണ്ടാവും. ആവശ്യത്തിന് മുടി ഉണ്ടാവുള്ളൂ. നമ്മൾ പറയുന്നത് പോലെയുള്ള തിളക്കവും. ആ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് മുടി ഒരു കുഴലാണ്. നമ്മള് ഒരു മുടി ഇഴ എടുത്താൽ അതൊരു ട്യൂബാണ്. ട്യൂബ്, അതിനകത്ത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ശരീരം പമ്പ് ചെയ്ത് നിറയ്ക്കുമ്പോഴാണ് അത് കറുത്തിരിക്കുക. വയസ്സാകുമ്പോൾ മുടി നരച്ചിരിക്കാൻ കാരണം ആ മെലാനിൻ പമ്പ് ചെയ്ത് അകത്തേക്ക് നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുക. ഇത് പമ്പ് ചെയ്ത് നിർത്തുന്നത് ഒരു മോട്ടറാണ്, ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ ഓരോ മുടിയുടെ അടിയിലും ഒരു ഇലക്ട്രിക് പമ്പ് ഉണ്ട് എന്ന് സാരം. ഈ പമ്പ് കേടായാൽ മെലാനിൻ ശരീരത്തിനുള്ളിൽ ഉണ്ടെങ്കിലും മുടി വെളുക്കും. അപ്പൊ ഈ മോട്ടർ ഡെത്ത് ആയി പോണതാണ് മുടി വെള്ളം. വയസ്സാകുമ്പോൾ നമ്മളുടെ ഈ മുടിയുടെ പമ്പ് ചെയ്യുന്ന മോട്ടർ കേടായി പോകും. പിന്നെ പതുക്കെ 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 ഓരോ മുടിയും വെളുത്ത് 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 മുടി മൊത്തം നരയ്ക്കും. അപ്പൊ അതൊരു നരച്ച മുടി എന്ന് പറയുന്നതാണ് യഥാർത്ഥ മുടി. യഥാർത്ഥ മുടി വെളുത്ത മുടിയാണ്. മുടിയുടെ യഥാർത്ഥ നിറം വെളുപ്പാണ്. ആ മുടിയുടെ കുഴലിനകത്ത് കറുപ്പ് നിറത്തിലുള്ള മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് നിറം പമ്പ് ചെയ്ത് അകത്ത് കയറ്റി ഫുള്ളാക്കി നിലനിർത്തുമ്പോഴാണ് അത് കറുത്തിരിക്കുക. അപ്പോ മുടി കറുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ മെലാനിൻ ആവശ്യത്തിന് ശരീരത്തിനുള്ളിൽ ഉണ്ടാവണം. മുടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കൺസ്യൂം ചെയ്തിരിക്കണം. ഏത് പ്രോട്ടീൻ എന്നുള്ളതാണ്. ഇവിടെയാണ് ചേർച്ച, എൻ്റെ റേഷ്യോ അതിപ്രധാനമാണ്. അതായത് നമുക്ക് പ്രധാനമായും വേണ്ട 3 ഘടകങ്ങൾ: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. ഇത് നിശ്ചിത റേഷ്യോയിൽ കിട്ടണം. റേഷ്യോയിൽ കിട്ടിയാൽ പോരാ, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വിധിച്ചതായിരിക്കണം. അപ്പൊ ഇതെങ്ങനെ ആണെന്നുള്ളതാണ്. അതായത് കാർബോഹൈഡ്രേറ്റില് നമ്മളിപ്പോൾ കഴിച്ചിട്ടിരിക്കുന്ന അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ്, കാച്ചില്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റുകളാണ്. പക്ഷെ ഇത് നമ്മളുടെ ശരീരത്തിന് വിധിച്ചതാണോ എന്ന് നാം നിരീക്കേണ്ടതുണ്ട്. ഇത് വിധിച്ചതല്ല. എങ്ങനെയാണ് വിധിച്ചതാണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കുക. അതായത് വേവിച്ചാണ് നമ്മൾ കഴിക്കുക. വേവിച്ചാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വേവിച്ചാണ് കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടേതല്ല.
നേരിട്ട് കൺസ്യൂം ചെയ്യേണ്ട ആയിരിക്കണം. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് വിധിച്ചതല്ല, വിധിച്ച കാർബോഹൈഡ്രേറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഫാറ്റ്, നമ്മളിപ്പോ നമ്മുടെ ശരീരത്തിന് കൊടുത്തിരിക്കുന്ന ഫാറ്റ് ഇറച്ചി, മുട്ട, എണ്ണ, ഓയിലുകള്, ഇതിൽ നിന്നെല്ലാം ഇതും അല്ല ഫാറ്റ്. ഈ ഫാറ്റ് ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ അരി പോലെയുള്ള കാർബോഹൈഡ്രേറ്റുകളെ ഫാറ്റാക്കി മാറ്റി എടുക്കാനുള്ള ശരീരത്തിന് സംവിധാനം അറിയാം. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ശരീരത്തിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വിധിച്ച പ്രോട്ടീൻ അല്ല കാർബോഹൈഡ്രേറ്റ് അല്ല കൺസ്യൂം ചെയ്യുന്നത്, വിധിച്ച ഫാറ്റ് അല്ല കൺസ്യൂം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്രോട്ടീന് വേണ്ടി നമ്മൾ കഴിക്കുന്നത് മുട്ടയാണ്, മീനാണ്, ഇതുപോലെയുള്ള ചെറുപയർ, വൻപയർ, കടല പോലെയുള്ള പ്രോട്ടീൻ. ഇതുമല്ല. അതായത് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭൂതലമത്തെ ആസകലം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് വിധിച്ചതല്ല എന്ന് സാരം. ഈ വിധിച്ചതല്ലാത്ത കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് നമുക്ക് ഡീജനറേഷൻ സംഭവിപ്പിക്കും. ഡീജനറേറ്റീവ് ഡിസീസ് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് അതാണ്. അത് ശാരീരികമായ കാര്യമാണ്. ഇത് ഏത് റേഷ്യോയിൽ വേണം, എന്നുള്ളത് അത് 60% കാർബോഹൈഡ്രേറ്റ്, 60% എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ് കിട്ടിയിരിക്കണം, 30% എനർജി ഫ്രം ഫാറ്റ് കിട്ടിയിരിക്കണം, 10% എനർജി ഫ്രം പ്രോട്ടീൻ കിട്ടിയിരിക്കണം. ഈ റേഷ്യോയിൽ ഇത് കിട്ടുക വേണം. അപ്പൊ നമ്മൾ വിധിച്ചതായാൽ മാത്രം പോരാ, നമുക്ക് അതിന്റെ റേഷ്യോയും കറക്റ്റ് ആക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അത് ശരീരത്തിന് ഹാനികരമായി വരും. ഇത് പെട്ടെന്ന് പ്രകടമായി വരുന്നത് മുടിയിലായിരിക്കും. മുടിയിലാണ് ഇത് പ്രകടമാകുക. ഇനി വിധിച്ചതല്ലാത്ത കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ടും മുടി ശക്തമായി വളരുന്ന കറുത്ത നിറത്തിലിരിക്കുന്ന ഒരു ആദിവാസി സമൂഹത്തെ ഇടുക്കിയിലും മേമാരി ഊര്, മേമാരി ഊര് എന്ന് പറയുന്ന ഇടുക്കിയിലെ ഒരു ഊരില് എത്രയോ വർഷം, എനിക്ക് തോന്നുന്നത് ഒരു 23-24 വർഷം മുമ്പ് താമസിച്ചിട്ടുണ്ട്. അവിടെ കണ്ടത് എല്ലാവരും സാമാന്യം നല്ല മുടിയുള്ളവരാണ്. നമ്മുടെ ഇതുപോലെ നീളമല്ല, മുടിയുണ്ട്, സാമാന്യം നല്ല മുടിയുണ്ട്. പക്ഷെ ഈ ഒരൊറ്റ എണ്ണത്തിന്റെ മുടി നരച്ചിട്ടില്ല. അപ്പൊ ഞാനുണ്ട്, ശിവപ്രസാദ് മാഷുണ്ട്. ഞങ്ങള് അവരുടെ സംസാരത്തിനിടയിൽ ചോദിച്ചു, നിങ്ങളുടെ മുടി നരച്ചിട്ടില്ല. അവർക്ക് അങ്ങനെ കണ്ടിട്ടേ ഇല്ല, അവരത് ശ്രദ്ധിച്ചിട്ടുമില്ല. നരക്കണുണ്ടോ, വറുത്താണോ ഇരിക്കണമെന്ന് അവർ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അവരോട് നമ്മൾ ചോദിച്ചത് നിങ്ങൾ എന്താണ് കഴിക്കണമെന്നുള്ളത്. അവര് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് റാഗിയാണ്. അതിന് നല്ല കറുപ്പ് നിറമുള്ള ഒരു റാഗിയാണ് അവര്. നമ്മുടെ റാഗിക്ക് ചില ചുവപ്പ് ഷെയ്ഡാണ്, ഇതല്ല, നല്ല കറുപ്പ് നിറമുള്ള ഒരു റാഗിയാണ് അവർ നിരന്തരം എല്ലാവരും കഴിക്കുന്നത്. റാഗി ഉണ്ടകളുണ്ടാക്കി, അതായത് റാഗി പൊടിച്ച് അരച്ചാണ് പൊടിക്കണത്. തിരികല്ലിൽ അരച്ചെടുത്ത് പൊടിയാക്കി അത് കുഴച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഉണ്ടയാക്കിയിട്ടു. അപ്പൊ നല്ല വെന്ത് കിട്ടും. അത് പരിപ്പ് കറി, പരിപ്പും ഇലയും കൂടി പച്ചല പറമ്പിൽ നിന്ന് പറിച്ചെടുക്കേണ്ട ഇലയും കൂടി, തോരയും അവരുടെ മിറ്റത്തുള്ളതാണ്, ഇലക്കറികൾ അവരുടെ മിറ്റത്തുള്ളതാണ്. ആ തോരപ്പരിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു പ്രോട്ടീനാണ്. ആ തോരപ്പരിപ്പിന്റെ പച്ച, അതായത് അവരത് പിച്ചാത്തിക്ക് മുറിക്കില്ല. പിച്ചാത്തിക്ക് മുറിച്ചാൽ അതിന്റെ ഗുണം പോകുമെന്നാണ് അവർ പറയുക. അത് തോരയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് കീറും. അതിനകത്തൊരു പയറുമുണ്ട്, അതിന്റെ പച്ചപ്പയറാണ്. പച്ചപ്പയർ കീറി ഇലക്കറികൾ കൂടി ഇട്ടിട്ട് ഒരു കറി വെക്കും. ഈ കറി കൊട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാം. അതായത് ഒരു പ്രോട്ടീനും നല്ലൊരു കാർബോഹൈഡ്രേറ്റും കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മൾ അവിടെ കണ്ടു. പിന്നെ അവരുടെ മണ്ണ് അത്ര സമ്പുഷ്ടമായ മണ്ണുമാണ്, എന്തിട്ടാലും കിളുക്കുന്ന ആ മണ്ണാണ്. അതുകൊണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് ഒറിജിനൽ വിധിച്ചതിലേക്ക് പോകാതെ തന്നെ മുടി കറുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. മുടി കറുത്തിരിക്കാൻ കാരണം മിക്കവാറും കാർബോഹൈഡ്രേറ്റിൻ്റെതല്ല, അവരുടെ മോട്ടർ, ഇലക്ട്രിക് മോട്ടർ കേടാകാതെ ഇരിക്കാൻ
ഈ റാഗിയിൽ എന്തോ ഉണ്ട് എന്ന് വേണം നമ്മൾ അനുമാനത്തിലെത്താനായിട്ട്. ഇപ്പൊ റാഗി നിരന്തരം കഴിച്ചാൽ ശരീരത്തിൽ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടെങ്കിൽ മോട്ടോർ കേടായില്ലെങ്കിൽ അത് പമ്പ് ചെയ്ത് കയറ്റും എന്നുള്ള ഒരു അറിവാണ് നമ്മൾ അതിനകത്ത് നിന്ന് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് റാഗി ഒരു നിത്യഭക്ഷണം. മുടി നന്നായി കറുത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് മോട്ടോർ കേടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിഗമനത്തിലെത്താം, റാഗി ഒരു ഉത്തമ സാധനമാണ്. പക്ഷെ റാഗി നമ്മളെ വിധിച്ചതല്ല, നമ്മള് മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ അതും വിധിച്ചതല്ല. എങ്കിൽ പോലും മെലാനിൻ ഉണ്ടെങ്കിൽ പമ്പ് ചെയ്യാനുള്ള മോട്ടോർ കേടാകാതിരിക്കാൻ റാഗിയിലെ കാൽസ്യത്തിനായിരിക്കും അതിന്റെ ഗുണം കിട്ടുക. അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊന്ന്. ഇനി മറ്റൊന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് താരൻ കൊണ്ടുണ്ടാകുന്ന മുടി നഷ്ടം. താരൻ മുടിയെ നശിപ്പിക്കുന്നു. താരൻ എന്താണ്? ഈ താരൻ ബ്രെയിൻ വാട്ടർ അസിഡിക് ആവുകയും ആ അസിഡിറ്റി വിയർപ്പിലൂടെ വെളിയിലേക്ക് തലച്ചോറിന്റെ മേളിൽ വരികയും തലയൊട്ടിയുടെ മേളിൽ അത് വരികയും അവിടുത്തെ കോശങ്ങളെ കൊന്നുകളയുകയും എയർലി ഡെത്ത് നടന്ന കോശങ്ങളാണ് താരനായിട്ട് പറ്റിപ്പിടിച്ച് അവിടെ ഇരിക്കുക. ഇത് അസിഡിറ്റി മാറ്റാതെ വേറെ കാര്യമൊന്നും നടക്കുന്നില്ല. ബ്രെയിൻ വാട്ടറിന്റെ അസിഡിറ്റി മാറ്റാൻ നമുക്ക് കഴിയണം. ഇതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇന്ന് നമ്മളുടെ അറിവിലുള്ളത് അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. അവക്കാഡോയിൽ വാട്ടർ സോളുബിൾ ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റ് ബ്രെയിനിലെത്തിയാൽ ബ്രെയിനിന്റെ അസിഡിറ്റിയെ കുറക്കാൻ ഉപകരിക്കും. അങ്ങനെ ഉപകരിച്ചാൽ പിന്നീട് വരുന്ന വിയർപ്പിന് അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന ദോഷം ഉണ്ടാകാതെ വരികയും താരൻ ഒഴിവാകുകയും ചെയ്യും. താരൻ താൽക്കാലികമായി കളയാനായിട്ട് നമുക്ക് വഴിയുണ്ട്. സാധാരണഗതിയിലുള്ള താരൻ കളയാനായിട്ട് എടുക്കുന്നതാണ് ചെമ്പരത്തി താളി. ചെമ്പരത്തി താളി ഇട്ടാല് ആഴ്ചയിൽ ഒരു ദിവസം ചെമ്പരത്തി താളി ഇട്ടാൽ നമുക്ക് താരൻ ഒഴിവാക്കാൻ പറ്റും. അതായത് താരൻ ഉണ്ടാകുന്ന റീസൺ നമ്മൾ മാറ്റണം. ഒടുവിൽ ഉണ്ടായ താരനെ കളയാനായിട്ട് ചെമ്പരത്തി താളി, ഷാമ്പു, കൃത്രിമമായ ഷാമ്പുവിന് പകരം ഇത് ഉപയോഗിക്കണം. ഷാമ്പു ഉപയോഗിച്ചാൽ മാറും, പക്ഷെ നിരന്തരമായി ഷാമ്പു ഉപയോഗിച്ചു വന്നാൽ മുടി കൊഴിയും, കൂടുതൽ മുടി കൊഴിയും. അതുകൊണ്ട് നാച്ചുറൽ വഴിയിൽ തന്നെ നമുക്ക് ഈ താരനെ ഒഴിവാക്കാനായിട്ട്, ഉണ്ടായ താരനെ കളയാനായിട്ടുള്ള വഴി നോക്കണം. 5 ചെമ്പരത്തി ഇല, 5 ചെമ്പരത്തി മൊട്ട്, 5 ചെമ്പരത്തി പൂവ്, ഈ 5 എണ്ണം എടുക്കുക. പൂവ്, ഇല, മൊട്ട്, ഇത് 5 എണ്ണം എടുത്ത് 1/2 ഗ്ലാസ് പുതിയ കഞ്ഞിവെള്ളത്തിൽ മിക്സിയിലിട്ട് അടിക്കുക. മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് തലയിൽ ഷാമ്പു ഇടുന്ന പോലെ തന്നെ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഉടനെ തന്നെ കുളിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ താരന്റെ ശല്യം നല്ലൊരു ശതമാനം ഒഴിഞ്ഞു കിട്ടും. പിന്നെ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന കമ്പിപ്പാല, ദന്തപ്പാല എന്ന് പറയുന്ന അതിന്റെ എണ്ണ തേച്ചാലും ഇതേ ഗുണം കിട്ടും. ദന്തപ്പാലയുടെ എണ്ണ തേച്ചാൽ ഇതേ ഗുണം കിട്ടും. അങ്ങനെ പക്ഷെ ഇത് രണ്ടും ഉണ്ടായ താരനെ മാറ്റാനേ ഉപകരിക്കുന്നുള്ളൂ. വീണ്ടും ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് കഴിക്കണം. അത് കിട്ടുവോ ഇല്ലയോ, കിട്ടാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് നമ്മൾ മാറണം. ധാരാളം കൃഷി വയനാട്ടിലും ഹൈ റേഞ്ചിലും അവക്കാഡോയുടെ കൃഷി ധാരാളം വരുന്നുണ്ട്. അവക്കാഡോ വളരെ കോമൺ ആയി നമ്മുടെ നാടുകളിൽ എത്തുന്ന കാലം അതിവിദൂരമല്ല. എല്ലാ ടൗണുകളിലും അവക്കാഡോ എത്തും. പണ്ടത്തെക്കാൾ എത്രയോ മടങ്ങ് അവക്കാഡോ നമുക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ താരൻ ഉണ്ടാകുന്ന കാരണം മാറ്റണം, ഒപ്പം ഉണ്ടായ താരനെ കളയണം. അല്ലെങ്കിൽ താരൻ അങ്ങനെ നിന്നാൽ മുടി പോകും, മുടി കൊഴിഞ്ഞു പോകും. മുടി കൊഴിഞ്ഞു പോയിട്ട് മുടിയുടെ തിക്നെസ് കുറയും. പിന്നെ എഴുതിയിരിക്കുന്നത് പേൻ, ഈര് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് പേനിന്റെ കുഞ്ഞുങ്ങളാണെന്ന്. പേനിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് രണ്ടും. മുടിയിൽ അഴുക്കുണ്ടായിട്ടാണ്. ഇവര് നമ്മുടെ കൂറ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട സാധനമാണ്. കൂറ അഴുക്ക് തിന്ന് ജീവിക്കുന്ന ജീവികളാണ് ഇവര്. മുടി നന്നായി കഴുകി ഉണക്കി സൂക്ഷിച്ചാൽ പേനോ ഈരോ ഉണ്ടാവില്ല.
അപ്പൊ മുടി നന്നായി കഴുകി അത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റണം. അല്ലാതെ കഴുകി ഉണങ്ങുന്നതിന് മുമ്പ് കെട്ടിവെച്ചാലും ഇതുണ്ടാകും. ആ അഴുക്കാണ് അതിന്റെ കാരണം. അഴുക്ക്, മാലിന്യങ്ങൾ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അത് കഴുകിക്കളയണം, വൃത്തിയായിട്ട് കഴുകിക്കളയണം. വൃത്തിയായിട്ട് കഴുകിക്കളയാനായിട്ട് ഷാമ്പുവിന്റെ ആവശ്യമില്ല, കടലമാവ് ഇട്ടാൽ മതി. നന്നായിട്ട് കടലമാവ് ഇട്ടാൽ നല്ല സിൽക്ക് പോലെ മുടി പോകും. ചെമ്പരത്തിയുടെ ഷാമ്പു ഇട്ടാലും സിൽക്ക് പോലെ മുടി കിട്ടും, സിൽക്ക് പോലെ. അത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. കടലമാവ് വേണമെങ്കിൽ ദിവസവും ഇട്ട് കഴുകി ഉണക്കാൻ പറ്റും. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടി മുഴുവൻ മുടിയുടെ അടിയിൽ കയറി അഴുക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കടലമാവ് തലയിൽ തേച്ച് കുളിക്കുന്നത് പേനും ഈരും ഉണ്ടാകാതിരിക്കാനായിട്ട്. മറ്റൊന്ന് കുരുക്കൾ ഉണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞത്. കുരുക്കൾ ഉണ്ടാകുന്നത് ശരിക്കും രോമകൂപങ്ങൾ തുറക്കാഞ്ഞിട്ടാണ്. മുഖക്കുരു ഉണ്ടാകുന്നതും അത് തന്നെയാണ്. അപ്പൊ ആ രോമകൂപങ്ങൾ തുറക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങ പുരട്ടിയാൽ ആ ഭാഗത്തെ കുരുക്കളിന്റെ രോമം, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ തൈലാണ്. നാരങ്ങ തൈലം, നല്ല നാരങ്ങ തൈലം വിരല് കൊണ്ട് ആ കുരുക്കൾ ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ തേച്ചു കൊടുത്താല് നമുക്ക് ആ രോമകൂപങ്ങളെ തുറന്നെടുത്തിട്ട് ആ കുരുക്കളുടെ ശല്യം ഒഴിവാക്കിയെടുക്കാൻ പറ്റും. മറ്റൊന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകൽ. ശരിയാണ്, കണ്ടിട്ടുണ്ട്. ചിലരുടെ ആണുങ്ങളുടെ താടിയിലും വട്ടത്തിൽ കൊഴിഞ്ഞു പോയി കണ്ടിട്ടുണ്ട്, മുടിയിലും വട്ടത്തിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോയാൽ ഉടനെ തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നത് മേക്കപ്പ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. കാലതാമസം ഉണ്ടായാൽ പിന്നീട് നമ്മൾ അവിടെ മുടി കിളിപ്പിക്കാനുള്ള നടപടി എടുത്താലും വരുന്ന മുടികളെല്ലാം നരച്ചതായി പോകും. അതുകൊണ്ട് വട്ടത്തിൽ മുടി പോകുന്നത് കണ്ടാൽ ഇതൊരു ഫംഗസ് ആണെന്ന് അറിയുക. ഫംഗസ് വട്ടത്തിൽ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ത്വക്കിൽ ഫംഗസ് വരിക? ത്വക്കിന്റെ ഹെൽത്ത് റെഡി അല്ലാഞ്ഞിട്ടാണ്. ത്വക്കിന്റെ ഹെൽത്ത് റെഡിയാക്കി തരുന്നത് ആരാണ്? കൊളസ്ട്രോളില് HDL ആണ്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കൊളസ്ട്രോള് ചെക്കപ്പ് ചെയ്യുക. ടോട്ടൽ കൊളസ്ട്രോൾ എത്രയുണ്ടെന്ന് നോക്കുക. അത് 200, അറൗണ്ട് 200 നിർത്തണം. LDL 140, 150 ഇടയിൽ അവിടെ നിർത്തണം. HDL 65, 70 കൊണ്ടുവരണം. മിക്കവാറും ഈ ത്വക്കിന് ചുണങ്ങ്, ഇതുപോലെ ഫംഗസ് എല്ലാം വരുന്നവർക്ക്, ചുണങ്ങ് പോലുള്ള ഫംഗസും ഇതുപോലുള്ള ഫംഗസുകളും വരുന്നവരുടെ എല്ലാവരുടെയും HDL ഏതാണ്ട് 40 താഴെയായിരിക്കും. 70 മാക്സിമം വേണ്ടത്. HDL കൂട്ടാനുള്ള നടപടികൾ എടുക്കണം. ആദ്യം HDL കൂട്ടാൻ എന്താ പരിപാടി? omega-3 ആണ്. omega-3 എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ക്യാപ്സ്യൂളിൽ കിട്ടും. ഫ്ലാക്സീഡ് ക്യാപ്സ്യൂൾ മീനിൽ നിന്ന് എടുക്കുന്ന omega-3 കിട്ടും. മത്സ്യമാംസാദികൾ കഴിച്ചിട്ടുള്ളവർ വേണമെങ്കിൽ മീനിന്റെ omega-3 എടുത്താൽ മതി. അല്ലാത്തവർ ഫ്ലാക്സീഡ് ക്യാപ്സ്യൂളും ഫ്ലാക്സീഡും കഴിച്ച് HDL കൂട്ടാനുള്ള നടപടി എടുക്കണം. ചിലർക്ക് ഈ ഫ്ലാക്സീഡ് മാത്രം കഴിച്ചാലോ ഈ omega-3 കഴിച്ചാലോ HDL കയറി വരില്ല. അവർക്ക് നല്ല വെളിച്ചെണ്ണ, സൂപ്പർ വെളിച്ചെണ്ണ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ വെളിച്ചെണ്ണ 1 സ്പൂൺ വീതം 2 നേരം കഴിച്ചാല്, പച്ച വെളിച്ചെണ്ണ കഴിക്കണം, ചൂടാവാത്ത പച്ച വെളിച്ചെണ്ണ കഴിച്ചാല് HDL നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പൊ HDL കൂട്ടുക എന്നുള്ള നടപടിയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ അതിൽ ചെയ്തതിനു ശേഷം അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൂവാങ്കുറുന്നില. ഇതിന്റെ മെഡിസിൻ പൂവാങ്കുറുന്നിലയാണ്. പൂവാങ്കുറുന്നിലയുടെ ഇല കുറെ വിച്ചിയെടുത്ത് ഒരു വൻപുന്നക്കായുടെ മുഴുപ്പിനെടുത്തിട്ട് കയ്യിലിട്ട് തിരുമി അതിന്റെ നീര് വരുന്ന രീതിയിൽ ഉരുട്ടിയെടുക്കുക. ഇത് ഉരുട്ടിയെടുക്കുക. അതായത് ഒരു പൂവാങ്കുറുന്നില നീര് പുറത്ത് വരുന്ന രീതിയിൽ അത് കയ്യിലിട്ട് നല്ല പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. നല്ല ബലത്തിൽ ഉരുണ്ട് വരുന്ന രീതിയിൽ, ഇച്ചിരി ബലം കിട്ടുന്ന രീതിയിൽ എടുക്കണം. എടുത്തിട്ട് വട്ടത്തിൽ മുടി പോയ ഭാഗത്ത് ഈ ഉരുള കൊണ്ട് നന്നായിട്ട് ഉരുമുക. ഒരുപാട് അമർത്തി ഉരുമരുത്. പക്ഷേ കൂടുതൽ നേരം ആവർത്തിച്ച് ഉരുമി കുറെ കഴിയുമ്പോൾ അത് രോമകൂപങ്ങൾ തിണുത്ത് വരും. പൊങ്ങി നിൽക്കുന്ന, നമ്മൾ കോൾമയർ കൊണ്ടു കഴിഞ്ഞാൽ തിണുത്തിരിക്കില്ലേ, കുളിര് കോരിയാൽ തിണുത്ത് വരില്ലേ, അതുപോലെ തിണുത്ത് വരും. അങ്ങനെ തിണുത്ത് വന്നാലും വീണ്ടും ഉരുമിയാൽ രക്തം പൊടിക്കുന്ന അവസ്ഥ വരും. രക്തം പൊടിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ
പൂവാങ്കുറുന്നിലയുടെ നീര് അവിടെ നന്നായിട്ട് നെക്കി പെരട്ടിയാൽ പിന്നീട് പെട്ടെന്ന് തന്നെ മുടി വരുന്നത് കാണാം. പിന്നീടുള്ള ദിവസങ്ങളിൽ പൂവാങ്കുറുന്നിലെ നീര് അവിടെ പെരട്ടി കൊടുത്താൽ മതി. ഉരുമരുത്, ഉരുമി രോമകൂപങ്ങള് തുറപ്പിക്കേണ്ടത് തീർത്തെടുപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ നിന്നും വീണ്ടും മുടി കറുത്തത് കിളുത്ത് വരും. ഇതാണ് ചിന്തിക്കുന്നത്. മുടി നരയ്ക്കാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ജീവനില്ലാത്ത ഭക്ഷണം, കെമിക്കൽ ഭക്ഷണം നിരന്തരമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ്. ഇതിൽ പ്രധാനപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ കോളകളാണ്. കൊക്കക്കോള, രസ്ന പോലെയുള്ളത് വിദേശത്ത് വന്നവരെല്ലാം കൊണ്ടുവരുന്നതാണ് രസ്നയും ടാങ്ക് എന്ന് പറയുന്ന സാധനം. ഇത് രണ്ടും സിന്തറ്റിക് ആണ്. ഈ സിന്തറ്റിക് കൂടുതൽ കഴിച്ച് കൊച്ചുകുട്ടികളുടെ മുടി നരച്ച് എൻ്റെ അടുക്കെ കൊണ്ടുവരുന്നുണ്ട്. ധാരാളം കഴിക്കും അവര്. രസ്ന കഴിക്കും. ഫ്രൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം പിള്ളേർക്ക് മേടിച്ചു കൊടുക്കും. ഈ ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിന്റെ പടം അതിലുണ്ടെങ്കിലും അതിനകത്ത് ഫ്രൂട്ട് ഇല്ല. അത് സിന്തറ്റിക് ആണ്. ജീവനില്ല എന്ന് മാത്രമല്ല, ജീവനില്ലാത്ത ഭക്ഷണം മാത്രം കഴിക്കുന്നു, ജീവന്റെ തലം താഴ്ത്തപ്പെട്ട കെമിക്കൽ ഭക്ഷണവും കഴിക്കുന്നു. ഇത് രണ്ടും കൂടിയാണ് മുടി നേരത്തെ നരപ്പിക്കുന്നു. അതുകൊണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. കെമിക്കൽ മരുന്നുകൾ, സിന്തറ്റിക് ആയിട്ടുള്ള മരുന്നുകൾ, പ്രിസർവേറ്റീവ്സുകൾ, കളറുകൾ, സിന്തറ്റിക് കളറുകൾ, മുടിക്ക് ഉപയോഗിക്കുന്ന സിന്തറ്റിക് കെമിക്കൽ ഷാമ്പൂകൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൂടിയാണ് ഈ മുടി നരപ്പിച്ച് കളയുക. അപ്പൊ മുടി നരക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജീവനുള്ള ഭക്ഷണം ധാരാളം കഴിക്കണം. എന്ന് പറഞ്ഞാൽ വേവിച്ച ഭക്ഷണം പോരാ, വേവിക്കാത്ത ഭക്ഷണം കഴിക്കണം. ഇവര് എൻ്റെ അടുക്കെ വന്നിട്ടുള്ള കുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ളതിൽ ഈ കുട്ടികൾ എല്ലാവരും അല്പം പോലും പച്ചക്കറി കഴിക്കില്ല. ഇവരെല്ലാവരും ഇറച്ചി മുട്ട അതുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കുള്ളൂ പിള്ളേര്. ഈ നിലയിലായിരിക്കുന്നു. മാത്രമല്ല ഇവർക്ക് ഈ സിന്തറ്റിക് ആയിട്ടുള്ള കോളകൾ, രസ്ന, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ധാരാളം കൊടുക്കുകയും ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. മുടി നരയ്ക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ജീവനില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ജീവനില്ലാത്ത ഭക്ഷണം കഴിച്ച് നമ്മുടെ മുടിയുടെ അടിയിലുള്ള ഇലക്ട്രിക് മോട്ടറിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ മെലാനിൻ ശരീരത്തിൽ കാണും. കൊച്ചുകുട്ടികളായതുകൊണ്ട് ശരീരത്തിൽ മെലാനിൻ കാണും. അത് പമ്പ് ചെയ്ത് മുടിയിലെത്തിക്കാനുള്ള കഴിവ് അതിന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവനുള്ള ഭക്ഷണം, ഇനി ജീവനില്ലാത്ത ഭക്ഷണം കഴിക്കുന്നു, ജീവനുള്ള ഭക്ഷണവും കുറെ കഴിക്കാനായിട്ടുള്ള ഒരു പ്രേരണ എല്ലാവരിലും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ നിന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. രസന, ജീവനില്ലാത്ത ഭക്ഷണം നമുക്ക് ശരിയാക്കി എടുത്തേ പറ്റും. ഇത്രയെല്ലാം കാര്യങ്ങളാണ് മുടി സംബന്ധമായി നമുക്ക് ഉണ്ടായ ദോഷങ്ങളെ മാറ്റാൻ അറിവില് വന്നിട്ടുള്ളത്. മുടിയുടെ ഇതെല്ലാം കരുത്തെല്ലാം വീണ്ടെടുക്കാനായിട്ട് മുടിക്കുണ്ടാകുന്ന ദോഷങ്ങൾ, തലയോട്ടിയിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ, താരൻ, മുടി, ഇതെല്ലാം ഈ നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ മുടിയിൽ സംബന്ധമായ കാരണങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. ഇനി മുടി വളരാൻ എന്താ വരിക? മറ്റൊന്നുണ്ട് മുടി നരക്കാൻ. അത് പറഞ്ഞില്ല. ഒരു കുറ്റവും ചെയ്യാത്ത ഒരാള്, ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോണു. എന്തോ കുറ്റം ചെയ്തു, ഏതോ ഒരുത്തനെ കൊല ചെയ്തതില് അയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ജയിലിലിടുന്നു. കുറ്റവിചാരണ നടത്താനായിട്ട് അകത്ത് പിടിച്ച് ജയിലിലിടുന്നു. ഒരൊറ്റ ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് മുടി നരച്ചു പോകും. കാരണം ആ മാനസിക വിഷമം, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇത് മുടി നരക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മാനസികമായ സംഘർഷം മുടി നരക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകെ ശാന്തമായി സമാധാനം, ശാന്തി ഉണ്ടാകാനുള്ള യോഗയോ ധ്യാനമോ ഒക്കെ ചെയ്ത് അത് നമ്മുടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് കരുത്തോടെ നേരിടാനുള്ള ഒരു കരുത്ത്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് നേടിയെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ മുടി പെട്ടെന്ന് നരയ്ക്കും. ഇപ്പൊ നരയുടെ കാരണങ്ങളെല്ലാം ഇതൊക്കെ തന്നെയാണ്. ഇനി എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ്
കറക്റ്റ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം. മുടി നല്ലോണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, അസിഡിറ്റി ഉണ്ടാവരുത്. അസിഡിറ്റി ഒഴിവാക്കാനുള്ള വഴികൾ നമ്മൾ പഠിച്ചതാണ്. അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചതാണ്. മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും, വിയർപ്പ് കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും, ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും, ഉറക്കക്കുറവുണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. അനിമൽ പ്രോട്ടീൻ, ഇറച്ചി, മീന്, മുട്ട, പാല്. പ്ലാന്റ് പ്രോട്ടീൻ, ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, സോയ. ഇത് കൂടുതൽ കൺസ്യൂം ചെയ്താൽ അസിഡിറ്റി ഉണ്ടാകും. പുളിപ്പിച്ച ധാന്യങ്ങൾ അസിഡിറ്റി ഉണ്ടാക്കും. ഫുഡ് കോമ്പിനേഷൻ തെറ്റിയാൽ അസിഡിറ്റി ഉണ്ടാകും. ലിവർ വീക്ക് ആണെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ആമാശയ ഭിത്തിയിൽ ഫാറ്റിന്റെ അളവ് LDL കുറഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാക്കും. ഇതെല്ലാം അസിഡിറ്റിയുടെ കാരണങ്ങളാണ്. ഈ അസിഡിറ്റി ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ നമ്മൾ എടുക്കണം. അസിഡിറ്റി ഇല്ലായ്മ നടപടി എടുത്തതിന് ശേഷം, കാരണം രക്തത്തിന്റെ pH കറക്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. രക്തത്തിന്റെ pH അസിഡിറ്റി ആണ്, അതായത് pH ആണ് ശരീരത്തിന്റെ റെഗുലേറ്ററി അതോറിറ്റി. ഏത് രോഗവും മാറണമെന്നുണ്ടെങ്കിൽ, ഏത് ശരീരത്തിന്റെ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അസിഡിറ്റി മാറ്റിയ ശേഷം വേണ്ട നടപടികൾ എടുത്താലേ പറ്റൂ. ബേസിക് അതാണ്. അപ്പൊ അസിഡിറ്റി മാറ്റാനായിട്ടുള്ള വഴികൾ നമുക്കറിയാം. ഈ ഇറച്ചി, മീന്, മുട്ടയുടെ ഒക്കെ അളവ് തീരെ കുറയ്ക്കുക, ഉണ്ടാകുന്ന അസിഡിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ട നടപടി, നിർവീര്യമാക്കാൻ ആൽക്കലൈന് പറ്റൂ എന്നുള്ള നോളജ്, കുക്കുംബർ ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ്, ചൊരക്ക ജ്യൂസ്, കുമ്പളങ്ങ ജ്യൂസ്, പടവലങ്ങ ജ്യൂസ്, കോവക്ക ജ്യൂസ്, ഇതെല്ലാം ഹെവി ആൽക്കലൈൻ ആണ്. എല്ലാ പച്ചക്കറികളും ആൽക്കലൈൻ ആണ്. ഇതിനകത്ത് ഈ ആൽക്കലൈൻ കൂടുതലുള്ള പച്ചക്കറികളും ഉണ്ട്. അത് കൂടുതൽ കൺസ്യൂം ചെയ്യുകയും വേവിക്കാതെ അത് കൂടുതൽ കഴിക്കുകയും ഇതിനെ നിർവീര്യമാക്കുകയും ചെയ്യുക. അങ്ങനെ അസിഡിറ്റി മാറ്റാനുള്ള നടപടി എടുക്കണം. മലബന്ധം ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള നടപടി എടുക്കണം. വിയർപ്പ് കുറവാണെങ്കിൽ അത് വിയർക്കാനുള്ള നടപടി എടുക്കണം. ഉറക്കക്കുറവുണ്ടെങ്കിൽ ഉറങ്ങാനുള്ള നടപടി, ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ മാറ്റാനുള്ള നടപടി. ഇതെല്ലാം ചെയ്താല് നമുക്ക് മുടി ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെയായി. ഇനി വേണ്ടത് ആപ്റ്റ് പ്രോട്ടീൻ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇന്നേ വരെ കറക്റ്റ് പ്രോട്ടീൻ നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏത് ഫ്രൂട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് എന്ന് നാളിതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഏക ഫ്രൂട്ട് എന്ന് പറയുന്നത് വുഡ് ആപ്പിൾ ആണ്. വുഡ് ആപ്പിൾ, അതായത് നല്ല ക്രിക്കറ്റ് ബോൾ പോലെ ഇരിക്കുന്ന ഒരു തടി കൊണ്ടുണ്ടാക്കിയ ആപ്പിളാണ്. ഇതിനകത്ത് 7% പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ബയോളജിക്കൽ വാല്യൂ BV എന്ന് പറയുന്നത് 7% ഉള്ളെങ്കിലും ബയോളജിക്കൽ വാല്യൂ ഏതാണ്ട് 12 to 13% വരും. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗുണകരമാണ് അത്. പക്ഷെ അത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലെ കമ്പം, തേനി എന്ന് പറയുന്ന ഏരിയകളിൽ ഇത് സീസണുകളിൽ ലഭ്യമാണ്. ഇനി ഇത് പ്രൊഡക്റ്റായി മാർക്കറ്റിൽ വന്നാലേ നമുക്ക് ആപ്റ്റ് പ്രോട്ടീൻ വരുന്നുള്ളൂ. പിന്നീട് ഏത് പ്രോട്ടീനാണ് നമുക്ക് എടുക്കാൻ പറ്റുക? നിലക്കടല നല്ലൊരു പ്രോട്ടീനാണ്. നിലക്കടല വെള്ളത്തിലിട്ട് 3-4 മണിക്കൂർ കഴിയുമ്പോൾ അത് പച്ചയ്ക്ക് തിന്നണം. നിലക്കടല വറുത്ത് കഴിച്ചിട്ട് കാര്യമില്ല, പച്ചയ്ക്ക് കഴിക്കണം. ഒരു പിടി നിലക്കടല എല്ലാ ദിവസവും വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പച്ചയ്ക്ക് കഴിച്ചു തിന്നുക, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് പാല് പോലെ ആക്കി കഴിക്കുക. നല്ലൊരു സാധനമാണ് നിലക്കടല, നല്ല പ്രോട്ടീനാണ്. മറ്റൊന്ന് ബ്രോക്കോളി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കോളിഫ്ലവറിനെ പോലെ ഇരിക്കുന്ന പച്ച നിറത്തിലുള്ള സാധനം. ബ്രോക്കോളി നല്ല പ്രോട്ടീനാണ്. അപ്പൊ അത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല പ്രോട്ടീൻ, മനുഷ്യരുടെ നല്ല പുതിയ കോശങ്ങൾ ഉണ്ടാകാൻ കണ്ടിട്ടുള്ളത് വരാൽ എന്ന് പറയുന്ന മത്സ്യമാണ്. ബ്രാൽ എന്ന് ചേർത്ത് പറയുന്ന വരാൽ മത്സ്യം തേങ്ങാപ്പാലിൽ വേവിച്ച് മപ്പാസ് പോലെ വെച്ച് കഴിക്കുന്നത് നല്ല പ്രോട്ടീൻ സപ്ലൈ ആണ്. അത് മുടി വളരാൻ സഹായിക്കുന്നതാണ്. ഈ പ്രോട്ടീനൊക്കെ, എല്ലാ പ്രോട്ടീനുകളും മുടി വളരാൻ സഹായിക്കുന്നതാണ്. മുടി നല്ല തിക്കോട്ട് വളരാൻ സഹായിക്കുന്നതാണ്. ഇനി ബട്ടർ ബീൻ എന്ന് പറയുന്നത് ഒരു ബീൻസ്, നമ്മൾ സാധാരണ കാണുന്ന ബീൻസ് അല്ല. ബട്ടർ ബീൻസ് എന്ന് പറയുന്ന ഒരു ബീൻസ് വലിയ പയറുകള്
നമുക്ക് മൂന്നാർ ഏരിയയിൽ സീസൺ, മൂന്നാർ കാന്തല്ലൂർ ഏരിയയിൽ ഞാനവിടെ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. സൂപ്പർ പ്രോട്ടീനാണ്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ അത് വരുന്നില്ല. കാരണം ഏതോ ഒരു സീസണിൽ മാത്രമേ അത് ഉണ്ടാകൂ. ഉണ്ടാകുന്നത് മുഴുവൻ തന്നെ ആ പ്രദേശത്ത് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുക. നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അതിന് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലിങ്ക് ഉണ്ടാക്കിയാൽ, അവരുമായിട്ടൊരു ലിങ്ക് ഉണ്ടാക്കിയാൽ കൂടുതൽ സാധനം നമുക്ക് കിട്ടും. മറ്റൊരു വില കൂടിയ പ്രോട്ടീൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് റോയൽ ജെല്ലിയാണ്. ഇന്ന് അറിയാവുന്നതിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ, അതായത് യൂറിക് ആസിഡ് അധികം ഉണ്ടാക്കാത്ത പ്രോട്ടീൻ. യൂറിക് ആസിഡ് ദോഷം ഇല്ലാത്ത അളവിൽ മാത്രമുള്ള പ്രോട്ടീൻ എന്നാണ്. അതില്ലെന്നുള്ളതല്ല, യൂറിക് ആസിഡ് ഉണ്ടാക്കും, പക്ഷേ ദോഷമുള്ള അവസ്ഥയിലേക്ക് അത് പോകില്ല. റോയൽ ജെല്ലി, അതും റോയൽ ജെല്ലിയുടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും ഗുണകരമല്ലാത്തതും ഒരുപാട് മാർക്കറ്റിലുണ്ട്. കാരണം നല്ല വിലയുള്ളതാണ്. എന്നാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഈ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വിശ്വസ്തയോടുകൂടി വാങ്ങാൻ പറ്റും. ഇത് മിനി ടീച്ചർ ഈയിടെ വന്നപ്പോഴത്തേക്ക് ഒരെണ്ണം കൊണ്ടുവന്നിരുന്നു. ആർക്കോ രാധയ്ക്ക് വാക്കായിട്ട് കൊടുത്തിട്ട് അതിന്റെ ഗുണം കണ്ടു എന്ന് എനിക്ക് നേരിട്ട് പറഞ്ഞു. ഗുണം കണ്ടു. രാധയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു, വ്യത്യാസമുണ്ട്. രാധാമായുടെ ഇന്ദിരയുടേതാണ്. ഇന്ദിരയുടെ മുഖത്തിന് പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. പ്രകടമായ മാറ്റം കണ്ടു. ഇന്ദിരയാണ് അത് കഴിച്ചത്. അപ്പൊ അതിനെപ്പറ്റി ഡിസ്കഷൻ നിങ്ങളുടെ രാജ്യത്തെ ഇതിൽ വന്നു എന്ന് ഞാൻ അറിയുന്നു. നല്ല ഗുണകരമായ ഒരു പ്രോട്ടീനാണ്. അതിന്റെ ഹിസ്റ്ററി എനിക്ക് അറിയാം. അപ്പൊ ആ റോയൽ ജെല്ലി എന്ന് പറയുന്നത് വരുത്തി കഴിക്കാൻ മിനി ടീച്ചർ ചിലപ്പോ അത് മാർക്കറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അത് ചെയ്യാമോ ചോദിച്ചു. റിയൽ സ്പോട്ട് കണ്ടിട്ട് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും എവിടെയാണോ ഏത് തേനീച്ച വളർത്തൽ കേന്ദ്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത് അവരെ പോയി കണ്ടിട്ട് അവരുടെ ബേസിലുള്ള ഉൽപ്പന്നം വാങ്ങി കേരളത്തിൽ എത്തിക്കാനുള്ള നടപടി ചെയ്യണം എന്ന് ഞാൻ മിനി ടീച്ചറിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഫ്രൂട്ട് വരുന്നതിന് മുമ്പ് ഒരു പീരീഡ് ഇതിനെ ആശ്രയിക്കേണ്ടി വരും പ്രോട്ടീന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കൊടുക്കാൻ കഴിയണില്ല, ശരീരത്തിന് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് മിനി ടീച്ചർ അത് ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിനി ടീച്ചറാണ് കൊണ്ടുവന്ന് ഇന്ദിരയ്ക്ക് കൊടുത്തത്. എനിക്കും തന്നു ഒരു ബോട്ടിൽ എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഞാൻ ആ ബോട്ടിൽ കഴിച്ചില്ല. എനിക്ക് കഴിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ആ പ്രോട്ടീൻ, യൂറിക് ആസിഡ് കുറച്ചുണ്ടാക്കുന്ന പ്രോട്ടീൻ എന്നേക്കാൾ ആവശ്യം എൻ്റെ ഇളയ മോനായതുകൊണ്ട് അവന് കിഡ്നി സംബന്ധമായി ക്രിയാറ്റിൻ കൂടി നിൽക്കുന്നത് കൊണ്ട് ഞാൻ അത് അവന് കൊടുത്തു. നീ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത കാരണം എനിക്കത് കഴിക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കത് വരുത്തുമ്പോൾ വെറുതെ കണ്ണടച്ച് മാർക്കറ്റിലെ ലേബൽ കണ്ട് വരുത്തരുത്. ആ ഫീൽഡിൽ പോകണം. ഇപ്പൊ ആസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും ഏതാണ് ഫീൽഡ്? കാരണം ഇത് വളരെ മൈന്യൂട്ടായിട്ട് ഉണ്ടാവുള്ളൂ സാധനം. നമ്മൾ വിചാരിക്കണ പോലെയല്ല. അത് അതിനകത്ത് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫില്ലർ ഇട്ട് നിറച്ചായിരിക്കും സാധനം വരിക. അതുകൊണ്ട് ഒരു റിയൽ സെന്റർ, അതായത് പ്രൊഡക്ഷൻ സെന്റർ തന്നെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് വാങ്ങി എത്തിക്കാനുള്ള നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മുടി സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ മുടിയെ സ്നേഹിക്കണമെന്നുള്ളതാണ് പ്രധാനം. ഞാന് വളരെയധികം മുടി നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് തണ്ണിമുഖത്തിരിക്കുമ്പം വന്നു. ഞാൻ അവൾക്ക് ചോദിച്ചു, ഇതെങ്ങനെയാണ് മുടി ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോകണം, മുടിക്ക് കേടുവരാതെ ചട പിടിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? മുടിയെ അവൾ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നല്ല വെയില് തലയിൽ ഏൽപ്പിക്കില്ല, കുട പിടിക്കാതെ നിറമുള്ള കുട, കറുത്ത കുടയും നിറമുള്ള ഒരു കുട ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, ആരും പറയാതെ തന്നെ കറുത്ത കുട ഞാൻ പിടിക്കില്ല സാറേ, നിറമുള്ള കുട പിടിച്ചിട്ടേ ഞാൻ വെയിലത്തിറങ്ങുള്ളൂ. എൻ്റെ തലയിൽ വെയിലടിച്ച് ശക്തമായ വെയിലടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം മുടിയോടുള്ള സ്നേഹമാണ്. എൻ്റെ മുടി നാശായി പോകും. മുടിയെ സ്നേഹിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ താളി തേച്ച് കുളിക്കണം, ചെമ്പരത്തി താളി. അതിന് താരൻ വരാൻ കാത്തിരിക്കണ്ട.
കാലം വരാൻ കാത്തിരിക്കാതെ തന്നെ. പിന്നെ നമുക്ക് പ്രോട്ടീൻ, അത് അവർക്ക് പ്രോട്ടീൻ വേണമെന്നൊന്നും അറിഞ്ഞില്ല, പക്ഷേ ഉള്ള മുടി പോകാതെ സംരക്ഷിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് അതിന്റെ വിജയം. മുടികളൊന്നും തന്നെ പൊഴിഞ്ഞു പോകാതെ കാലമെത്താതെ, മുടിക്ക് ആയുസുണ്ട്, ആയുസ് കഴിയുമ്പോൾ മുടി മാറും, ചത്തുപോകും. ആയുസ് എത്താതെ മുടി ചത്തുപോകാൻ അനുവദിക്കാത്ത ഒരു സംരക്ഷണം ഇതിന് കൊടുത്തിട്ടിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇതായിരുന്നു എനിക്ക് കാര്യം. ഇതപ്പോ മുടിയുടെ കരുത്ത് വളർത്തുന്നതിന് ഒരു പ്രയാസവും ഇല്ല. മിക്കവാറും റോയൽ ജെല്ലിയുടെയും ഈ പറഞ്ഞ സാധനങ്ങളെ കൊണ്ട് നമുക്ക് മുടി വളർത്താം, തിക്കിന് വളർത്താം. കഷണ്ടി എന്ന് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, ജനറ്റിക് ആയിട്ട് കഷണ്ടി വരും. ആ കഷണ്ടി ജനറ്റിക് ആയിട്ട് കഷണ്ടി വരും. അല്ലാതെ മുടിയില് ഉണ്ടാകുന്ന, തലയിൽ ഉണ്ടാകുന്ന വിയർപ്പിന്റെ അസിഡിറ്റി കൊണ്ട് കഷണ്ടിയായി പോകും. ഇത് 2 തിരിച്ചറിയാം എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചറിയാം. അതായത് നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന കഷണ്ടിയുണ്ട്, മുടിയെ സംരക്ഷിക്കാത്തത് കൊണ്ടും തലച്ചോട്ടയെ സംരക്ഷിക്കാത്തത് കൊണ്ടും ഉണ്ടാകുന്ന, അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന കഷണ്ടിക്കാരിൽ ശരീരമാസകലം മുടി കാണും, രോമം കാണും. അല്ലാത്തവരിൽ കഷണ്ടിയും കാണും, രോമം കാണത്തില്ല. ഇതാണ് ഒരു വ്യത്യാസം. വ്യക്തമായിട്ട് അത് ജനറ്റിക് ആയിട്ട് കഷണ്ടി ആണെങ്കിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പൊ ജനറ്റിക് ആയിട്ടുള്ളത് മാറ്റിയെടുക്കുക പ്രയാസമാണ്. മറ്റത് മുടിയെ സംരക്ഷിച്ചാലേ അത് മാറ്റിയെടുക്കാൻ പറ്റും. കഷണ്ടി കഷണ്ടി വന്നു കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിക്കേണ്ട. കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ലെന്നല്ലേ പറയുക, അതേമാതിരി. അപ്പൊ ഏതായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്മുടെ ബ്രെയിനിലെ വാട്ടർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അവക്കാഡോയും മുടി വളരാൻ ആവശ്യമായ പ്രോട്ടീനും കൊടുത്താൽ ഒരു പക്ഷേ ഈ കഷണ്ടിയും, ഈ ഒരു വിഭാഗത്തിലുള്ള കഷണ്ടി മാറാൻ സാധ്യതയുണ്ട്. ജനറ്റിക് ആയിട്ടുള്ള കഷണ്ടി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഏത് ജീൻ കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റ് നമുക്ക് മാറ്റാം. പഞ്ചഭൂതങ്ങൾ 5ഉം കറക്റ്റായ ഇടത്തിൽ പോയി താമസിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കഷണ്ടി പോലും മാറിയേക്കാം. കഷണ്ടി മാറില്ല എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരമാകയാൽ, നമ്മുടെ ശരീരമാകയാൽ അത് മാറ്റാൻ വേണ്ട നടപടികൾ നമ്മൾ ഇൻപുട്ട്, റോ മെറ്റീരിയൽ ഇൻപുട്ട് കൊടുക്കുകയും അതിന്റെ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്താൽ ഏത് കഷണ്ടിയും മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇനി മുടി വളരാനുള്ള സാഹചര്യം ചെയ്തു. മെലാനിൻ എന്താ ചെയ്യുക? അതായത് മെലാനിൻ ഉണ്ടായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത മോട്ടർ നശിച്ചു പോണത്, നേരത്തെ പറഞ്ഞു അസിഡിറ്റി കൊണ്ട് മോട്ടർ ചത്തു പോണതാണ്. അത് മാറ്റിയെടുക്കുക. പിന്നെ ആ മോട്ടറുകൾക്ക് കരുത്ത് കൊടുക്കാൻ റാഗിക്ക് കരുത്തുണ്ട്, കഴിവുണ്ടാവും എന്ന് പറഞ്ഞു റാഗി ഉപയോഗിക്കാം. അല്ലെങ്കിൽ മെലാനിൻ എങ്ങനെ കൊടുക്കാൻ പറ്റും? മെലാനിന്റെ പോരായ്മ, അതായത് മുടി ചെമ്പിച്ചു പോവുക, മുടിയുടെ കറുപ്പില്ലാണ്ട് വരിക, ചെമ്പിച്ചു പോവുക, ഇതെല്ലാം കാണാം. അപ്പൊ അതിനാണ് മെലാനിൻ. ഞാനൊരു ശ്രമം നടത്തി, ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ മെലാനിൻ മനുഷ്യ ശരീരത്തിന് ആവശ്യത്തിന് എത്തിക്കാൻ ഉള്ള വഴിയുണ്ട്. അത് നല്ല പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ട് മെലാനിൻ നമുക്ക് എത്തിക്കാൻ കഴിയണം. അങ്ങനെ എത്തിക്കാനായിട്ടാണ് ഞാൻ, വരാല് നല്ല പ്രോട്ടീനാണ്, വരാലിന്റെ ഉള്ളിൽ മെലാനിൻ എത്തിക്കാനുള്ള തീറ്റ കൊടുത്താൽ ആ വരാല് നമ്മൾ കഴിച്ചാൽ മുടി നരക്കുന്നതിന് മെലാനിൻ ഇല്ലാത്തത് കൊണ്ടുള്ള നരപ്പിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റാനുള്ള സാധ്യത 99%. ഇതിന് വരാലിനെ സംബന്ധിച്ചിടത്തോളം അതിന് തീറ്റ കൊടുക്കുമ്പോൾ അതിന് ജീവനുള്ള ഭക്ഷണം, ജീവനുള്ള മീനില് അത് ഭക്ഷിക്കണം. എങ്കിലേ പ്രോട്ടീന്റെ യഥാർത്ഥ ക്വാളിറ്റി നമുക്ക് കിട്ടും. ഇപ്പൊ വരാലിനെ നമ്മൾ ബാക്കിയുള്ള മത്സ്യം വളർത്തുന്ന പോലെ വളർത്തുന്നുണ്ട്. ആ വരാലിന് ഈ പ്രോട്ടീന്റെ ഗുണം കിട്ടുമെന്ന് കരുതണ്ട. അതൊരു മീൻ മാത്രം, അതിൻ്റെ കിട്ടത്തേ ഉള്ളൂ. അതേസമയം സെല്ലുകളെ കൂടുതൽ പെട്ടെന്ന് ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ആ വരാലിനുണ്ടാകണമെന്നില്ല. നമ്മളുടെ നാടൻ വരാല്, മീനിനെ ഓടിച്ചിട്ട് വെട്ടി തിന്നുന്ന വരാല്, ജീവനുള്ളതിനെ മാത്രം തിന്നുന്ന വരാല്, അതിനായിരിക്കും ഈ കഴിവ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പദ്ധതി നമ്മൾ
മോഹൻദാസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങള് പാലായിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സംവിധാനത്തെ പറ്റി ആലോചിച്ചതാണ്. ആലോചിച്ച ഇതാണ്, തിലോപ്പിയ എന്ന് പറയുന്ന മീൻ, നമ്മുടെ നാടൻ തിലോപ്പിയക്ക് മെലാനിൻ കലർന്ന തീറ്റ ഉണ്ടാക്കി അതിന് തീറ്റിക്കുക. ആ തിലോപ്പിയെ വരാല് തിന്നണം. ഒരു വരാലിന് 10 തിലോപ്പിയ വീതം ഇടുക. തിലോപ്പിക്ക് മെലാനിൻ ഉള്ള തീറ്റ ഉണ്ടാക്കി കൊടുക്കുക. മെലാനിൻ തീറ്റ ഉണ്ടാക്കാനായിട്ട് കാർഗോലരി എന്ന് പറയുന്ന ഒരു അരി നമുക്ക് കിട്ടും. നമ്മള് ഇതുണ്ടാക്കാനായിട്ട് കൃത്രിമമായിട്ട് മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന, അതായത് ഡൈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതിൽ പ്രധാനമാണ് കാർഗോലരി. ഈ കാർഗോലരി നമ്മുടെ പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. ഈ കാർഗോലരിയിൽ മെലാനിൻ ഉണ്ട്. പണ്ട് കാലത്ത് എണ്ണ കാച്ചുമ്പോൾ ഈ കാർഗോലരി ചേർക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൽ ഞാൻ എത്തപ്പെട്ടത്. ഈ കാർഗോലരിയിൽ മെലാനിൻ ഉണ്ട്. ഈ കാർഗോലരിയും ബാക്കിയുള്ള തീറ്റകളും പ്രോട്ടീനും ബി കോംപ്ലക്സും ഒക്കെ ചേർത്ത് മീനിനുള്ള തീറ്റ ഉണ്ടാക്കാനുള്ള നോളജ് CMFRI ഇവിടെ തരും. അതായത് നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ, കൊച്ചിയിലെ ഐലൻഡില് CMFRI ഇൻസ്റ്റിറ്റ്യൂട്ടില് മീനിന്റെ തീറ്റ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് 3 days കിട്ടും. അവിടെ ചെന്ന് അവിടുത്തെ സയന്റിസ്റ്റുമായിട്ട് ഒരു ആശാ മേനോൻ സയന്റിസ്റ്റുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇതിനെ സംബന്ധിച്ച് എനിക്ക് വരാലിനകത്ത് മെലാനിൻ കയറ്റണം, സാധ്യമാണോ ഇല്ലയോ എന്ന് സംസാരിച്ചു. ആദ്യം പറഞ്ഞത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞതെങ്കിലും ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ മെലാനിൻ കണ്ടന്റ് ഉള്ള തീറ്റ ഉണ്ടാക്കി തിലോപ്പിയക്ക് കൊടുത്തിട്ട് തിലോപ്പിയെ വരാലിനെ കൊണ്ട് തീറ്റിച്ചിട്ട് ആ വരാലിൽ മെലാനിനുണ്ട്. ആ വരാല് നമ്മൾ കഴിച്ചാൽ നമ്മളിലേക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ മെലാനിൻ നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ കഴിയില്ലേ? സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ശാസ്ത്രത്തിന് സാധ്യതയുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആദ്യം തിലോപ്പിയക്ക് കൊടുക്കുക, എന്നിട്ട് ആ തിലോപ്പിയെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തരിക. അവിടെ ഞങ്ങൾ പരിശോധിച്ചിട്ട് തിലോപ്പിയുടെ ഉള്ളിൽ മെലാനിൻ ഉണ്ടോ എന്നുള്ള കൺഫേം ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങൾ അതിന് വരാലിന് തീറ്റ കൊടുക്കുക, എന്നിട്ട് ആ വരാലിനെയും കൊണ്ടുവന്ന് തരിക. ആ വരാലിൽ മെലാനിൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് തരാം. തീറ്റ ഉണ്ടാക്കാനുള്ള നോളജ്, ടെക്നോളജി ഞങ്ങൾ ട്രെയിനിങ് തരാം. ഇതെല്ലാം സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഇത് ചെയ്യാൻ ആരുമില്ല. മനസ്സിലല്ലേ? ഇത് ചെയ്യാൻ ആരുമില്ല. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്തേ പറ്റൂ. ആരെങ്കിലും ഇതിന് തയ്യാറായി അതിന് തുനിഞ്ഞിറങ്ങിയാൽ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ വളരാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മിനി ടീച്ചർ ആസ്ട്രേലിയയിലെത്തി. ആസ്ട്രേലിയയിലെ റിയൽ സെന്ററിൽ പോയി, പ്രൊഡക്ഷൻ സെന്ററിൽ പോയി കണ്ടിട്ട് അത് വരുത്തി ഇവിടെ കൊടുക്കുകയും ഇവിടെ മെലാനിൻ ഉണ്ടാക്കാനുള്ള സമ്മതിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ വിഷയത്തിന് 100% സൊല്യൂഷനാണ്. 100% സൊല്യൂഷനാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി തൽക്കാലത്തേക്ക് മുടി ഒന്ന് കറുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അർച്ചന ഒരു പ്രൊഡക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് നാച്ചുറൽ ഡൈ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് കൊണ്ടുവന്നു നോക്കി. അതൊരു 60 to 70% സക്സസ് ആണ്. 60 to 70% നാച്ചുറൽ ഡൈസ്, അർച്ചന ഉണ്ടാക്കിയിരിക്കുന്ന നാച്ചുറൽ ഡൈസ് സക്സസ് ആണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്താൽ 100% സക്സസ് ആണ്. 10-22 ഇനം സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് പ്രോട്ടീൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുടി കറുപ്പിക്കുക മാത്രമല്ല, മുടി വളരാനും അത് സഹായിക്കും. അതിനകത്ത് നിന്നൊക്കെ നമുക്ക് ഈ മെലാനിൻ കൂടി കയറ്റിക്കഴിഞ്ഞാലും മുടിയുടെ ത്വക്കിലൂടെ ഈ എണ്ണയെ എടുപ്പിക്കാനുള്ള മെഗ്നീഷ്യം അതിനകത്ത് ആഡ് ചെയ്യുകയും കൂടി ചെയ്താൽ മുടി സ്വാഭാവികമായിട്ടും കറക്കാം. ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല ഇവിടെ, ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. പക്ഷെ വർക്ക് ചെയ്യാൻ, മനസ്സ് മടുക്കാതെ വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു തീരുമാനം ഓരോരുത്തർക്കും ഉണ്ടാകുക. ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഞാൻ എത്രയോ പേരുടെ പറഞ്ഞു, ഒരുപാട് പേര് തുടങ്ങി ഇടക്ക് വെച്ച് നിർത്തിക്കളഞ്ഞു. പോരാ, 100 ട്രയൽ ചെയ്താൽ, 100 പ്രാവശ്യം ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ട്രയൽ ചെയ്താൽ, പല കോമ്പിനേഷനിൽ ട്രയൽ ചെയ്താൽ ഒരുപക്ഷെ 100-ലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിസൾട്ട് കിട്ടും.
അത് പിന്നെ ആ പ്രൊഡക്റ്റ് കൂടുതൽ കൂടുതൽ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. അർച്ചനയുടെ അത് കൂടുതൽ കൂടുതൽ പെർഫെക്ഷനിലേക്ക് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ചില നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും സക്സസ് ആയി വരും. ആ ഒരു പ്രൊഡക്റ്റ് സക്സസ് ആയാൽ എന്തായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻകം എങ്ങനെയായിരിക്കും? ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് മുടി വളരാനും മുടിക്ക് കറുപ്പ് നിറം ഷൈനിങ് കൊടുക്കാനും പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും നല്ലത്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുടിക്ക് വേണ്ടിയിട്ട് കോടികൾ മുടക്കിയുള്ള ട്രെയിനിങ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് വെറുതെ നമ്മുടെ വീട്ടിൽ ചട്ടിയിലെത്തി ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം അത്തരത്തിലുള്ള ഒരു ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അത് നിത്യജീവിതത്തിൽ വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ തേടണം. അതിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. ഇപ്പൊ മുടിയുടെ വിഷയത്തെ പറ്റി ഇന്ന് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇതിൽ നിന്നും പ്രൊഡക്റ്റുകൾ വരണം. പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വരണം. അത് മുടിക്ക് ഗുണകരമാക്കി മാറ്റാനും കഴിയണം. ഇതാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി ഇതിന്റെ സംശയങ്ങൾ വേണേൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, മുടിയായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഓക്കെ, അർച്ചനയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ വിളിക്കുക, ആളുകളെ വിളിക്കുക. സംശയങ്ങൾ. ഹലോ, എണ്ണ കാച്ചി തേക്കാൻ പാടുണ്ടോ? എണ്ണ കാച്ചുന്നതിൽ എന്തൊക്കെ? വെളിച്ചെണ്ണ കാച്ചി തലയിൽ തേക്കില്ലേ? എണ്ണ കാച്ചി തേക്കുമ്പോഴേ അപ്പൊ നരച്ച മുടിയൊക്കെ പോകാൻ വേണ്ടിട്ട്. നരച്ച മുടി പോകാനും കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണയുടെ രൂപത്തിലുള്ളതാണ്, ഒരു ലേഹ്യ രൂപത്തിലുള്ളതാണ് അർച്ചന ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു എണ്ണ പോലെ തന്നെ വർക്ക് ചെയ്യും. എണ്ണ പോലെ തന്നെ വർക്ക് ചെയ്യും. കണ്ടുപിടിക്കുക, ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ്. അത് സർ, അതുകൊണ്ടാ ചോദിച്ചത്. തലയിൽ എണ്ണ കാച്ചി തേച്ച് പച്ചിലകളിൽ ഉപയോഗിച്ചിട്ട് അതില് കറുപ്പ് വരാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്. ഒന്നാമത് നമ്മള് മൂക്കിലൊഴിക്കുന്ന കിഴുകാന്നില്ല, കയ്യൂന്നി എന്ന് പറയുന്നത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നതാണ്. ഈ കാർഗോലരി പച്ചമരുന്നുകളിൽ നിന്ന് കിട്ടുന്നതാണ്. കാർഗോലരി ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ കുറെ പൂവാങ്കുറുന്നിൽ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ ഇലകൾ ഇട്ടാൽ കുറെ നിറം അവിടെ ഉണ്ടാവുമെങ്കിലും മുടി കഴുകുമ്പോ അത് പോകും, നിറം പോകും. അതല്ല, നാച്ചുറൽ ഡൈസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ മുടിയിൽ പറ്റിക്കഴിഞ്ഞാൽ അതേല് പിടിച്ചിരിക്കണം. എന്നുണ്ടെങ്കിൽ ആ മുടിയുടെ പുറത്ത് ആദ്യം ഒരു കോട്ടിങ് എന്ന് പറയും. അതിന് മോഡന്റ് എന്നാണ് പറയുക, ഏജന്റ് ആണ് അതിന്. അതായത് ഈ കറുത്ത കറ ആ മുടിയിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ മുടിക്ക് മേൽ ഒരു കോട്ടിങ് വേണം, നല്ലൊരു കോട്ടിങ് വേണം. അതിൽ ഏറ്റവും നല്ല കോട്ടിങ് ആണ് മൈലാഞ്ചി ഇരട്ടിക്കഴിഞ്ഞാൽ ആ കറ, മൈലാഞ്ചിയുടെ കറ അതേല്, പക്ഷെ അത് ചുവന്ന നിറമായിരിക്കും. അപ്പൊ മുടി ചെമ്പിച്ച് ചുവന്നായിരിക്കും ഇരിക്കുക. അതിന്റെ പുറത്ത് ഈ ഡൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കറ മുടിയെ പിടിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് എത്തേണ്ടത്. അല്ലാതെ വെറുതെ എണ്ണ കാച്ചി നമുക്ക് കുളിക്കണ പോലെ തലയെ വെച്ച് കുളിച്ചു കഴിഞ്ഞാല് കറുപ്പ് നിറം കിട്ടുന്ന പരിപാടി നടക്കില്ലാത്ത കാര്യമാണ്. എണ്ണ പുരട്ടിയാൽ മുടി കറക്കുമെന്നൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കാനായിട്ട് പരസ്യം ചെയ്യാമെന്നല്ലാതെ, മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് കാശുണ്ടാക്കാനെന്നല്ലാതെ അങ്ങനെ എണ്ണ തേച്ചുകൊണ്ട് മുടിക്ക് കിട്ടില്ല. കാരണം മുടി എന്ന് പറയുന്ന സാധനം എന്നതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടത് എന്ത് എന്നൊക്കെ കൊടുത്ത് അത് വളരാനും ഉള്ള സാഹചര്യം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാം. പക്ഷേ ആ ഹെയർ ഡൈയിൽ തന്നെ ഒരു പ്രോട്ടീൻ ബേസ്ഡ് ആകുകയും ആ പ്രോട്ടീനെ ത്വക്കിലൂടെ അബ്സോർബ് ചെയ്യിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാണ്. തല തേച്ച് കഴിഞ്ഞാൽ
മുടി കറക്കുകയും മുടി വളരുകയും ചെയ്യും. അപ്പൊ ത്വക്കിലൂടെ എടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം, മെഗ്നീഷ്യം ത്വക്കിലൂടെ എടുക്കുന്ന ഒരു സാധനമാണ്. മെഗ്നീഷ്യം ഏറ്റവും കൂടുതലുള്ള സാധനം, അതായത് മെഡിസിനൽ മെഗ്നീഷ്യം കളക്ട് ചെയ്യാൻ പറ്റും. ദിവ്യ ഡോക്ടറുണ്ട്, ചിലപ്പോൾ ദിവ്യ ഡോക്ടർക്ക് അറിയാൻ പറ്റും. മെഗ്നീഷ്യം ക്ലോറൈഡ് വാങ്ങാൻ കിട്ടുന്ന സാധനമാണെന്ന് തോന്നുന്നു. മെഗ്നീഷ്യം ക്ലോറൈഡ് വാങ്ങാൻ കിട്ടുന്നതാണ്. ആ മെഗ്നീഷ്യം ക്ലോറൈഡ് കൂടി ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഭയങ്കര സക്സസ് ആയിരിക്കും. ആദ്യം മുടി സ്വാഭാവികമായി വളരാനും നിലനിർത്താനുമുള്ള വിദ്യ ചെയ്യുക. പിന്നെ കുറെ പ്രായമായവർക്കും ഇനി അതൊന്നും ഉണ്ടായി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കും നാച്ചുറൽ ഡൈ ഉപയോഗിക്കാം. അതെ സാർ, മുടി കൊഴിയാതിരിക്കാനും കൂടിയാണ് ചോദിച്ചത് സാർ. മുടി കൊഴിയാതിരിക്കാനാണ് നമ്മൾ പറഞ്ഞത്. താരൻ കളയണം. നമ്മുടെ മുടിയുടെ ആയുസ് മുഴുവൻ ഏതാണ്ട് 2 വർഷമാണെന്ന് തോന്നുന്നു. ഒരു മുടിക്ക് 2 വർഷമാണ് ആയുസ് എന്ന് തോന്നുന്നു. അത്രയും നാളത് ജീവിക്കണമെങ്കിൽ അതിന് പ്രോട്ടീൻ വേണം. നമുക്ക് ഭക്ഷണം വേണ്ടേ? അതേമാതിരി മുടിക്കും ഭക്ഷണം വേണം. മടിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ നമ്മൾ എന്താ പറ്റുന്നത്? നമുക്ക് കഴിക്കുന്ന പ്രോട്ടീന് വേണ്ടി കഴിക്കുന്ന ഇറച്ചിയും മുട്ടയുമാണ്. ഈ ഇറച്ചിയും മുട്ടയും കഴിക്കുമ്പോൾ പ്രോട്ടീൻ ആണെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതുണ്ടാക്കുന്ന യൂറിക് ആസിഡ് തന്നെ ഈ മുടിയെ കൊന്നുകളയും. ഇത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. അതാണ് അതിന്റെ ദൂഷ്യം. അതുകൊണ്ട് ആക്ട് പ്രോട്ടീനിലേക്ക് നമ്മൾ എത്തണം. അതെ സാറേ, നോണൊന്നും കഴിക്കാറില്ല. പക്ഷെ മുടിയുടെ ഇങ്ങനെ വെറുതെ അറ്റൊക്കെ പൊട്ടിപ്പോകുക, കൊഴിഞ്ഞു പോവുക. അപ്പൊ അതിന് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അതിനൊരു സാധ്യത കൂടുതലുണ്ട് മുടി കൂടുതൽ രക്ഷപ്പെടുത്താനായിട്ട്. കാരണം ഹോർമോൺ ചേഞ്ചസ് എല്ലാ മാസവും സംഭവിക്കുന്നത് കൊണ്ട് അവർക്ക് സാധാരണഗതിയിൽ ഒരു നേരിയ രീതിയിൽ നിർത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യുക, നോർമൽ ആണെങ്കിൽ 1/2 കിലോ കറുത്ത എള്ള്, 1/2 കിലോ കരിപ്പട്ടി അല്ലെങ്കിൽ ശർക്കര, 60 ഗ്രാം ചുക്കുപൊടി. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സാധനമാണ്. എള്ള് വറുത്ത് പൊടിക്കുക, മിക്സിയിൽ പൊടിക്കാം. ഈ വറുത്ത് പൊടിച്ച എള്ളിന്റെ പൊടിയും ചക്കരയും ചുക്കുപൊടിയും കൂടി കൂട്ടി ഇടിക്കണം. അത് ഉരലിൽ ഇടിക്കാൻ പറ്റിയാൽ നല്ലത്. എന്ത് സാധനത്തിൽ ഇടിച്ചാലും ശരി, ഇടിച്ചിടിച്ചിടിച്ച് എള്ളിന്റെ എണ്ണ വെളിയിൽ വരണം. അത്രയും ഇടിക്കണം. ഇടിച്ചു കഴിഞ്ഞാല് എങ്ങനെ ഈ എണ്ണ വെളിയിൽ വന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ട പിടിച്ചാൽ, ഈ പൊടി എടുത്ത് ഉണ്ട പിടിച്ചാൽ ഉരുളയായിട്ടിരിക്കണം. ഇങ്ങനെ ഉരുളകളാക്കി കുപ്പിയിൽ വെച്ചിട്ട്, അരിയുണ്ട മുഴുപ്പിൽ ഉരുളകളാക്കി കുപ്പിയിൽ വെച്ചിട്ട് ഒരു ഉരുള വീതം 2 നേരം കഴിച്ചുകൊണ്ടിരുന്നാല് മുടിയുടെ ഹെൽത്തിന് നല്ലതാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ മുടിക്ക്. കാരണം ഒരു ഹോർമോൺ ചേഞ്ചസ് വരുന്ന ആൾക്കാരായതുകൊണ്ട്, മെൻസസ് പീരീഡ് കറക്റ്റ് കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഇത് നല്ലതാണ്. ഒപ്പം ഒരു ഹോർമോൺ കൂടി കൊടുക്കണം. നമ്മളുടെ ഒരു നാച്ചുറൽ ഹോർമോൺ കൊടുക്കാൻ നമുക്ക് കഴിയുക ചെമ്പരത്തി മൊട്ട്, നാളെ വിടരുന്ന പൂവിന്റെ ഇന്നത്തെ മൊട്ട്, നല്ല ഹോർമോൺ അതിനകത്തുണ്ട്. കാരണം ഒരു പൂ വിടരണമെന്നുണ്ടെങ്കിൽ ഒരു ഹോർമോൺ വേണം. ഈ ഹോർമോൺ മനുഷ്യനും ഗുണകരമാണ്. ചെമ്പരത്തി മുട്ട ഒരു 4-5 എണ്ണം വെറുതെ ചവച്ച് തിന്നാം. എല്ലാ തളിരിലകളിലും ഹോർമോൺ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന പഴങ്ങളുടെ മരത്തിന്റെ തളിരില, ബ്രൗൺ നിറത്തിലുള്ള തളിരില, ആ തളിരില നല്ല ഹോർമോൺ ഉണ്ട്. അത് അരച്ച് തേങ്ങാ വെള്ളത്തിലോ കരിക്കും വെള്ളത്തിലോ കഴിച്ചാൽ നല്ല ഹോർമോണായി. അതായത് ഈ എള്ളും ചക്കരയും ചുക്കുപൊടിയും കൂടി കഴിക്കുന്നതോടൊപ്പം ഒരു ഹോർമോൺ കൂടി കൊടുക്കുക. കൂടാതെ ഓർഗാനിക് ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ അതൊരു ഹോർമോണാണ്, കിട്ടും. കാരണം തേയില എന്ന് പറയുന്നത് തളിരിലയാണ്. അപ്പൊ അതിന്റെ ഓരോ കപ്പ് ചായ രാവിലെയും വൈകുന്നേരം കഴിച്ചാൽ നല്ലൊരു ഹോർമോണാണ്. ഹോർമോണൽ ഇൻബാലൻസുകാർക്ക് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഒപ്പം അകത്തിയും കൊടുക്കുന്നുണ്ട്. അകത്തിയും കൂടി കൊടുക്കും. ഹോർമോൺ കൊടുക്കുകയും ഹോർമോണിന്റെ സപ്പോർട്ട് കൊടുക്കുകയും എള്ളും ചക്കരയും ചുക്കും കൊടുത്തിട്ടിരുന്നാൽ മുടിയുടെ ഹെൽത്ത് നിലനിർത്തി കൊണ്ടുപോകാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ആണുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അത് കൊടുത്തു നോക്കിയിട്ടില്ല, അറിയാനും പറ്റില്ല. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇനി എന്താ
ഈ കാർബോലരി എന്ന് പറയുന്നത് നീലേമരിയാണോ സാറേ? നീലാമരി അല്ല, കാർഗോലരി എന്ന് പറഞ്ഞാൽ മതി. പച്ചമരുന്ന് കടയിൽ ചെന്ന് കാർഗോലരി എന്ന് പറഞ്ഞാൽ കാർഗോലരി തന്നെ കിട്ടും. നീലാമരി വേറെ. അങ്ങാടിക്കടയില് 100 ഗ്രാമിന് 20 രൂപയാണ്. അതേ ഒരാൾ മേടിച്ച് ഉഷാമ അത് മേടിച്ചിട്ടുണ്ട്. 20 രൂപ, വളരെ വില കുറവാണ് കാർഗോലരിക്ക്. സൊറേലിയാക്കോർ എന്ന് പറയും സാർ. ഏത്? സൊറേലിയാക്കോർ ഹോമിയോപ്പതിയിലുള്ള മരുന്നുണ്ട്. സൊറേലിയാക്കോർ എന്താണ്, ഹോമിയോ മരുന്നാണോ? അതെ അതെ അതെ, സൊറേലിയാക്കോർ. എനിക്കറിയില്ല അത്. അതെന്തിനാ കൊടുക്കണേ? അത് തന്നെ വിസിലിക്കോ വെള്ളപ്പാണ്ട് വെള്ളപ്പാണ്ടിലൊക്കെ കൊടുക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരാൾക്ക് വെള്ളപ്പാണ്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി അത് നോക്കാൻ വേണ്ടിയാണ് ഈ കാർഗോലരി വാങ്ങിയത്. അതിങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലോണം അരച്ചിട്ട് ഇച്ചിരി തേനും കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റും. ഹോമിയോ മരുന്ന് വാങ്ങിക്കോ സൊറേലിയാക്കോർ. കാര്യം കുറവാണെങ്കിൽ ഇത് നല്ലൊരു ശതമാനം ആളുകൾക്കും കാർഗോലരി അലർജിയാണ്. വെറുതെ കൊടുക്കരുത്. ഉള്ളില് ത്വക്കില് തേച്ചാൽ പോലും അലർജിയാണ് കാർഗോലരി. അപ്പൊ ചെയ്യരുത്. വെള്ളപ്പാണ്ട് എന്ന് പറയുന്നത് ലിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. മെലാനിൻ ഇല്ലാത്തത് കൊണ്ടെന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. മറ്റത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുത്ത് നോക്കുക. ലിവറിൽ ഒന്നെങ്കിൽ ഫാറ്റി ലിവർ കാണും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ കാണും, ലിവർ വീക്കായിരിക്കും. എന്താണെന്ന് നോക്കണം. ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വെള്ളപ്പാണ്ട് നിൽക്കുന്നത്. അതിന് മെലാനിൻ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. മെലാനിൻ കൊടുക്കുന്നതിന് മുമ്പ് ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്യണം. ലിവർ ഫങ്ഷൻ കറക്റ്റ് ചെയ്തിട്ട് മെലാനിൻ കണ്ടന്റുള്ള ഇപ്പൊ ഹോമിയോ മരുന്നുണ്ടെങ്കിൽ ഹോമിയോ മരുന്ന് കൊടുക്കുക. ഈ ഹോമിയോ മരുന്ന് കൊടുത്താൽ പോരാ, ഒരു ഹോർമോൺ കൂടി കൊടുക്കണം. ഹോമിയോയിൽ ഏത് മരുന്നാ കൊടുക്കുക? പൊട്ടൻസി മെഡിസിൻ പറ്റില്ല, മദർ ടിഞ്ചർ തന്നെ വേണം. മദർ ടിഞ്ചർ ഉണ്ടെങ്കിൽ മദർ ടിഞ്ചർ കൊടുത്തിട്ട് ഹോർമോണുകൾ കൊടുത്താൽ ചിലപ്പോ വർക്ക് ചെയ്യും. ഓക്കെ, സമയമായോ നമുക്ക്? സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മാവിന്റെയും പേരയിലയുടെ ഒക്കെ തളിരില അത് എങ്ങനെയാണ് നമ്മള് അതിന്റെ ഹോർമോൺ ലഭിക്കണമെങ്കിൽ എങ്ങനെ അത് കഴിക്കേണ്ടത്? അതാ തളിരില അരച്ചിട്ട് തേങ്ങാ വെള്ളത്തിലോ കരിക്കും വെള്ളത്തിലോ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ എത്ര മാവിന്റെ ഇല ഇടണം? മാവിന്റെ ഇലന് സാമാന്യം നല്ല നീളം ഉണ്ടല്ലോ. ഒരു പിടി എടുക്കാം. ഒരു പിടി നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര എടുക്കാം. ക്ലോറോഫിൽ ആവരുത്, പച്ച നിറം ആവരുത്, ബ്രൗൺ നിറത്തിലുള്ള തളിരില. ഏത് മാങ്ങ, ഇപ്പൊ നമ്മള് മാമ്പഴം കഴിക്കും, മാങ്ങ കഴിക്കും, മാവിന്റെ തളിരില എടുക്കാം. പേര കഴിക്കും, പേരയുടെ തളിരില എടുക്കാം. ഇങ്ങനത്തെ തളിരിലകളെ എടുക്കാവുള്ളൂ. എന്നും പറഞ്ഞിട്ട് വാഴപ്പഴം കഴിക്കുമെന്ന് പറഞ്ഞ് വാഴയുടെ തളിരില എടുക്കരുത്. അത് വളരെ വളരെ ബ്രൗൺ നിറത്തിൽ നിൽക്കുന്ന തളിരില. റെഡ് കളറിലോട്ടുള്ള കളർ ചേഞ്ച് വരാത്തത്, പച്ച കളർ ചേഞ്ച് വരാത്തതൊക്കെ. അതെ 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 അതെ. പച്ചയിലേക്ക് മാറാത്ത സമയത്തെ ക്ലോറോഫിൽ എന്ന് വേണേൽ അതിന് പറയാം. ഇത് പച്ചവെള്ളത്തിൽ അടിച്ചിട്ട് അങ്ങനെ കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? പച്ചവെള്ളത്തിൽ അടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പച്ചവെള്ളത്തിൽ അടിച്ച് കുടിച്ചാല്, അതായത് നമ്മൾ ഏത് മരുന്നും പച്ചവെള്ളത്തിൽ കൊടുക്കാം, കരിക്കിൻ വെള്ളത്തിൽ കൊടുക്കാം, തേങ്ങാ വെള്ളത്തിൽ കൊടുക്കാം. പച്ചവെള്ളത്തിൽ കൊടുത്താൽ അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി ശരീരം എടുക്കുന്നത് കുറച്ച് ദഹിച്ച് ദഹന പ്രോസസ്സിലൂടെ എടുക്കുള്ളൂ. തേങ്ങാ വെള്ളത്തിലായാൽ ഇച്ചിരി മധുരവും കൂടി ഉള്ളത് കൊണ്ട്, മധുരം ശരീരത്തിന്റെ കോശങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് കുറച്ചുകൂടി സ്പീഡിൽ, പച്ചവെള്ളത്തിൽ കൊടുക്കുന്നേക്കാളും കുറെ കൂടി സ്പീഡിൽ ഏത് മരുന്നും എടുക്കും. കരിക്കൻ വെള്ളത്തിലായാൽ തേങ്ങാ വെള്ളത്തിനേക്കാളും സ്പീഡിൽ എടുക്കും. അത് പിടികിട്ടിയില്ലേ? അതാണ്. ഇതും പറ്റിയില്ലെങ്കിലാണ് നമ്മൾ മലർ വെന്ത വെള്ളത്തിൽ കൊടുക്കുക. ഒരു പിടി മലർ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ആ മലരിനകത്ത് ഗ്ലൂക്കോസ്, മധുരം അതിനകത്തിട്ട് ഇറങ്ങിയിട്ട് അതിനകത്ത് കലക്കി കൊടുത്താലും എളുപ്പമാണ്. അതിന്റെ പ്രിൻസിപ്പിൾ അതാണ്. മധുരത്തിൽ കൊടുത്താൽ വേഗം എടുക്കും. ഈ ഹോമിയോ മരുന്നുകളുടെ അഡ്വാൻറ്റേജ് അതാണ്. അത് സ്പിരിറ്റിലാണ്. ശരീരം ഈ കരിക്കൻ വെള്ളത്തിൽ കൊടുക്കുന്നതിനേക്കാളും സ്പീഡില് മെഡിസിൻ എടുക്കും. കാരണം സ്പിരിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കും. ഒരു സംശയം കൂടെ ചോദിച്ചോണ്ടേ,
എള്ളും പിന്നെ ചുക്കും പിന്നെ കരിപ്പെട്ടിയും കൂടെ ഇടിച്ച് ഉണ്ടയാക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഷുഗർ ഉള്ളവർക്ക് നമ്മൾ അതിന് ഈ കരിപ്പെട്ടിക്ക് പകരം വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആദ്യം ഷുഗർ മാറ്റണം. ഷുഗർ മാറ്റാനുള്ള വിദ്യ ഇവിടെ ഉണ്ടല്ലോ. അറിയാം സാറിന്റെ ക്ലാസ്സിൽ. ആദ്യം ഷുഗർ മാറ്റുക. ഷുഗർ എന്ന് പറയുന്ന രോഗം ക്യാൻസറിന് തുല്യാണെന്ന് അറിയുക. നമുക്ക് ക്യാൻസറിനെ പേടിയാണ്, ഷുഗറിനെ പേടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഡീജനറേഷൻ ആണ്. ദി ഹോൾ സിസ്റ്റം ഇൻവോൾവ് ആണ് അതിനകത്ത്. രക്തം അതായത് ഡിസോർഡർ ആയ രക്തം എല്ലാ കോശങ്ങളിലും എത്തണില്ലേ, എല്ലാ ന്യൂക്ക് ആൻഡ് കോർണർ ശരീരത്തിലും എത്തണില്ലേ, അത് ആ കോശങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കില്ലേ. സെയിം ആണ്. ക്യാൻസർ ഏതെങ്കിലും ശരീര അവയവത്തിൽ പ്രകടമാവുന്നുണ്ടെങ്കിലും ദി ഹോൾ ബോഡി ഇൻവോൾവ് ആണ്. അപ്പോ ഷുഗർ നിസ്സാരമായിട്ട് ആരും കരുതരുത്. ഇത് മാറ്റാനുള്ള പൂർണ്ണമായ സൊല്യൂഷൻ നമ്മുടെ കയ്യിലിരിക്കെ അതിനെ അവഗണിച്ചുകൊണ്ട് ആരും മുന്നോട്ട് പോകരുത്. ഷുഗർ രോഗം മാറ്റുക, അതിനുശേഷം ഈ തളിരില കഴിക്കുന്ന പരിപാടിയൊക്കെ നോക്കുക. ഓക്കെ താങ്ക് യു സാർ. സാർ, ഈ ഷുഗർ മാറ്റാനുള്ള കാര്യം ഒന്ന് ആവർത്തിക്കാമോ? ഞാൻ പുതിയ ആളാണ്. പുതിയ ആളാണെങ്കിൽ ഷുഗർ മാറ്റാനായിട്ട് എന്താ, ജെമിനിയുടെ നമ്പർ എഴുതിയെടുക്കുക. ജെമിനിയുടെ നമ്പർ ഒന്ന് എഴുതിയെടുക്കുക. ജെമിനി ഏറ്റുമാനൂര് ജെമിനിയുടെ നമ്പർ എഴുതിയെടുക്കുക. അതായത് 9447560055. ജെമിനി എന്ന് പറഞ്ഞ ആളിന്റെ നമ്പറാണ്. 9447560055. ജെമിനിയുടെ ഫോൺ വിളിച്ചിട്ട് ആ ഷുഗറിന്റെ നോട്ടീസ് അയച്ചു തരാൻ പറ്റും. 947575560055. ഷുഗറിന്റെ ആ പ്രൊസീജിയർ മുഴുവൻ ആ നോട്ടീസിലുണ്ട്. അതുപോലെ ചെയ്താൽ ഷുഗർ 100% നോർമലാകും. താങ്ക് യു സർ. സാറ് ഇപ്പൊ ഞാനൊരു പുതിയ ആളാണ് സാർ. ഇപ്പൊ എൻ്റെ പേര് ജിന്നൻ എന്നാണ്. സാർ ഇപ്പൊ പറഞ്ഞ പോലെ എള്ളും ഈ കറുകപ്പുല്ലും അതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഈ ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ. അപ്പം എൻ്റെ കാലിൽ ഞരമ്പിൽ ഉള്ള പ്രയാസങ്ങൾ കറുകപ്പുല്ലും ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞിരുന്നു. അത് എന്തായാണ് സാർ അതിന്റെ പ്രവർത്തനം? യാതൊരു പ്രയോജനമില്ല ഷുഗർ മാറ്റാതെ. ഷുഗർ കാരണം ഷുഗർ ഒരുപാട് നാൾ നീണ്ടു നിന്നാല് കാലിന്റെ അറ്റം മുതൽ ഉള്ള രക്തക്കുഴലുകൾ ചുരുങ്ങും, അങ്ങോട്ട് രക്തോട്ടം ഉണ്ടാവില്ല. അതാണ് അതിന്റെ കാരണം. അത് ഷുഗർ മാറ്റിയിട്ട് രക്തം ഓടാനുള്ള നമ്മുടെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ ഗുളിക കഴിക്കുകയും എക്സർസൈസ് ചെയ്തും അത് മുന്നോട്ട് കൊണ്ടുപോകണം. കറുകപ്പുല്ല് നെർവ്സിന് നല്ലതാണ് എന്ന് പ്രകൃതി ചികിത്സയുണ്ട്. അതുകൊണ്ട് ഷുഗർ രോഗം വന്ന ചുരുങ്ങിയ രക്തക്കുഴലുകളെ നേരെയാക്കാനാവുമെന്ന് ആരും കരുതണ്ട. സാധ്യമല്ല. അതുകൊണ്ട് ഷുഗർ രോഗം മാറ്റാനുള്ള വിദ്യ ഇവിടെ ഉണ്ട്. അത് ചെയ്യാതെ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അതിനുശേഷം രക്തം സർക്കുലേഷൻ കൂട്ടാൻ ഉതകുന്ന മുന്തിരിക്കുരുവിന്റെ എസൻസ്, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പ്രതിരോധ ശക്തി കൂട്ടാൻ വിറ്റാമിൻ സി പൗഡർ ഉണ്ട്. വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് വിറ്റാമിൻ സി എന്ന് പറയുന്ന ഒരു ഗുളികയും ഉണ്ട്. ഇത് കഴിച്ചുകൊണ്ട് കൃത്യമായി എക്സർസൈസ് ചെയ്താൽ രക്തം പമ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതില്ലാതെ വേറെ കുറുക്കു വഴി ഒന്നുമില്ല ഇതിന്. എന്റെ അറിവിലില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇപ്പൊ കുറുക്കു വഴി എടുക്കുന്നുണ്ട് ചിലര്. കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് ഈ വൈരപ്പുളി അല്ലെങ്കിൽ ഈ പുളി അടിച്ചു കുടിച്ച് കിഡ്നി കളയുക. ഷുഗർ രോഗം മാറ്റാനായിട്ട് കീറ്റോ ഡയറ്റ് ചെയ്ത് കിഡ്നി കളയുക. പിന്നെ പച്ചക്കറി മാത്രം കഴിച്ച് കാർബോഹൈഡ്രേറ്റ് ടോട്ടലായിട്ട് വിഡ്രോ ചെയ്തിട്ട് പച്ചക്കറി മാത്രം കഴിച്ചിട്ട് ഷുഗർ നോർമലാക്കുക. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുള്ള രോഗം വരുത്തുക. ഇതൊക്കെ തെറ്റായ നടപടിയാണ്. ഇത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൃത്യമായി ചെയ്ത് ശരിയാക്കുന്നുണ്ട്.
അത് മെനക്കെട്ട് ചെയ്തേ പറ്റൂ. എളുപ്പ വഴിയോ കുറുക്കു വഴിയോ ഒന്നും നോക്കണ്ട. ഓക്കെ സാർ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് സാർ അന്ന് ഇടയ്ക്ക് ഞാൻ അറിഞ്ഞ് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാനത് അത് കുറയുന്നുണ്ട് മില്ലറ്റ് മാത്രം കഴിച്ചിട്ട്. ആ മില്ലറ്റ് മാത്രമല്ല അതിന്റെ ഒരു കുടിവെള്ളം ഉണ്ടല്ലോ, ശമിനി എന്ന് പറഞ്ഞിട്ട് ഒരു കുടിവെള്ളം ഉണ്ട്. പടവലങ്ങ ജ്യൂസ് കുടിക്കണമെന്ന് പറയുന്നുണ്ട്. ഓർഗാനിക് ഗ്രീൻ ടീ കുടിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു സിസ്റ്റത്തെ ശരിയാക്കലാണ്. കിഡ്നിയെയും ലിവറിനെയും തൈറോയിഡിനെയും ഒപ്പം പാങ്ക്രിയാസിനെയും ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ ശരിയാക്കാതെ ഇതൊരു കാര്യം നടക്കില്ല. ജെമിനി സാറായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇത് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് സാർ, ഈ സിസ്റ്റത്തിന്റെ മൊത്തം. ഏത് ജെമിനി എന്ന് പറഞ്ഞ സാർ നമ്പർ എന്നല്ലോ, കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ എല്ലാം കോൺടാക്ട് ചെയ്താൽ ജെമിനി ആ നോട്ടീസ് അയച്ചു തരും. അല്ലെങ്കിൽ നമുക്ക് ഈ നോട്ടീസിന്റെ ഇതെടുത്ത് ഇതില് നമ്മുടെ മൊബൈലിലൂടെ അയച്ചു തരാൻ പറഞ്ഞാലും മതി. അതിന്റെ ഫോട്ടോ എടുത്തിട്ടേ മൊബൈലിലൂടെ അയച്ചു തരാൻ പറഞ്ഞാലും മതി. സാർ ഈ ഷുഗറിന്റെ കൂടെ ഈ പൂവരസിന്റെ ഇല സാറ് പറഞ്ഞിരുന്നല്ലോ ഇടയ്ക്ക് 10 അത് ഈ ഷുഗറിന്റെ ഇതുമായിട്ട് പ്രവർത്തനം, ഷുഗറിനല്ല അതിന്റെ കരളുമായിട്ട് ബന്ധപ്പെടുമ്പോ അത് പ്രയോജനമാണോ ഷുഗർ പേഷ്യന്റിന്? 100% പ്രയോജനമാണ്. ഇപ്പൊ ലിവർ സംബന്ധമായ ഏത് രോഗങ്ങൾക്കും പൂവരസ് വളരെ ഗുണകരമായ ഒരു സാധനമാണ്. പക്ഷേ ഷുഗർ രോഗികൾക്ക് പൂവരസ് മാത്രം പോരാ, ആശാളി, ഉലുവ, ഞെരിഞ്ഞിൽ, വയൽച്ചുള്ളിയും വേണം. അപ്പൊ പൂവരസും ആശാളി, ഉലുവയും ഞെരിഞ്ഞിലും വയൽച്ചുള്ളിയും ചേർന്ന അതാണ് ഈ പ്രമേഹ ദാഹശമിനി എന്ന് പറയുന്ന സാധനം. അത് എവിടെ സാർ ഇത് ഈ ജെമിനി കോൺടാക്ട് ചെയ്താൽ ജെമിനിയുടെ കിട്ടും. ഓക്കെ സാർ ഒരു സംശയം കൂടി. ഈ നമ്മുടെ ചിറ്റമൃതന്റെ ഒരു വകഭേദം ഉണ്ടല്ലോ, മുള്ളൻ ചിറ്റമൃതം എന്ന് പറയുന്നത്, അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? അത് ചിലർക്ക് കൊടുത്തിട്ട് വ്യത്യാസം കണ്ടിട്ടുണ്ട്. ചിറ്റമൃത് കുടിച്ചിട്ട് ഷുഗർ മാറ്റിയിട്ട് ഒരു കാര്യമില്ല. അത് മധുരത്തിന് കയ്പ് എന്ന തത്വത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു സാധനമാണ്. അതായത് മരുന്ന് കഴിച്ച് ഇത് മാറ്റാൻ പറ്റില്ല. മരുന്ന് കഴിച്ചോ വേറെ ഏതെങ്കിലും വഴിയിലൂടെ നോർമലായി ടെസ്റ്റ്, ഇപ്പൊ നമ്മൾ ഇതല്ലേ ഇംഗ്ലീഷ് മരുന്നോ ഇൻസുലിനോ എടുക്കണമെങ്കിൽ എല്ലാ ദിവസവും നോർമലാണ്. പക്ഷെ കിഡ്നി പോണില്ലേ, ക്രിയാറ്റിൻ കൂടണില്ലേ, വേറെ സൈഡ് എഫക്റ്റ് കാലയിലേക്കുള്ള രക്തോട്ടം തടയപ്പെടണില്ലേ, എല്ലാ രോഗങ്ങളും വരുന്നില്ലേ. അത് മരുന്ന് കഴിച്ച് നോർമലാണ്. ഒരു ഇംഗ്ലീഷ് ഗുളിക കഴിച്ച് നിങ്ങൾ നോർമലായി കാണുന്നു എന്നതുപോലെ മാത്രമേ ഉള്ളൂ ചിറ്റമർന്ന് കഴിച്ചിട്ട് ഷുഗർ നോർമലായി കാണുന്നു എന്നുള്ളത്. നമ്മുടെ സാധാരണ സോറി സാർ പറയും, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തു. സോറി. ഏതമർന്നായാലും ശരി, എനിക്കറിയാം, രണ്ടമർന്നും അറിയാം. ഏതമർന്നായാലും ശരി. ഇത് എന്താ കാര്യം വെച്ചാല് നമ്മുടെ പുത്തനങ്ങാടിയിലുള്ള ഒരു മനുഷ്യന് ഞാനിത് കൊടുത്തു. കാരണം കക്ഷിയുടെ കാൽപ്പത്തി ഉൾപ്പെടെ മുറിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് 2 ആഴ്ച കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ അവസാനം അത് ഒരു പേരിൽ മുറിക്കുന്നതിൽ നിന്നു. അതെ, അത് സൊല്യൂഷൻ അല്ല. ഓക്കെ. സാർ അതുപോലെ ഈ കൈതോന്നി ഉണ്ടല്ലോ സാർ, അത് ഈ തലമുടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് പണ്ട് ആൾക്കാർ എണ്ണയെ തേച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതിന് കറുപ്പ് കിട്ടും, അതിനകത്ത് അയൺ കണ്ടന്റ് കൂടുതലാണ്. കൈതയിലയില് അയൺ കണ്ടന്റ് കൂടുതലാണ്. അത് എണ്ണയിൽ വരുന്നതുകൊണ്ട് നല്ലൊരു കറുപ്പ് നിറം കിട്ടും. എണ്ണ തേക്കുമ്പോൾ നല്ലൊരു കറുപ്പും ഒരു തിളക്കം കിട്ടും. ഡൈ പോലെ അത് പിടിക്കില്ല. അത് ഉള്ളിൽ കഴിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? ഉള്ളിൽ കൊടുക്കുന്ന സാധനമാണത്. രക്തക്കുറവുള്ളവർക്ക് ഉള്ളിൽ കൊടുക്കുന്നതാണ് കൈയുന്നി. പുരാണത്തിലൊക്കെ പറയാറുണ്ട് ഈ കൈതൂന്നി ഇല ഉള്ളില് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നത്. നമ്മൾ രക്തക്കുറവുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരല്ല കയ്യൂന്നി ഇലയാണ്. കയ്യൂന്നി ഇല മാത്രമല്ല, കയ്യൂന്നി, പിന്നെ കറിവേപ്പില, പുതിനയില, മല്ലിയില, ഇത് 4 അയൺ കണ്ടന്റ് കൂടുതലുള്ളതാണ്. അതിൽ ഏറ്റവും പ്രകടമായി രക്തം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള കയ്യൂന്നി ഇല കൊടുക്കുമ്പോഴാണ്. ഉള്ളിൽ കഴിക്കുന്ന കുഴപ്പമില്ല, സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഇല്ല, ഉള്ളിൽ കൊടുക്കുന്ന ഇലയാണത്. ഉള്ളിൽ കൊടുക്കുന്ന ഇലയാണ്. അതിന്റെ ക്ലോറോഫിൽ ഹാർഡ് അല്ല. പിടികിട്ടിയോ?
ഞാൻ ഉള്ളിൽ കഴിക്കുന്നത് പഴയ പുരാണത്തിലൊക്കെ പറയാറുണ്ട്, കൈതോന്നിയല്ല 2-3 ഇല കഴിക്കാം, ചേർത്ത്. ഉള്ളിൽ കഴിക്കാം, ഉള്ളിൽ കഴിക്കാം. ഓക്കെ. കഴിക്കാൻ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഉള്ളില്. നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. അർച്ചനന്റെയും സാറിന്റെയും സാറ് കൂവളത്തിന്റെ ഇല എങ്ങനെ ഉപയോഗിക്കുന്നേ? കൂളത്തിന്റെ ഞാൻ കൊടുക്കാറില്ല, ഞാനത് സജസ്റ്റ് ചെയ്തുമില്ല. ആണോ സാർ? ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. കൂളത്തിന്റെ ഇല ഞാന് വർമാജി ഇരുന്നപ്പോഴത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 പേരിൽ അതൊരു അലർജിക് ടെൻഡൻസി കാണിച്ചത് കാരണം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പേടിയായത് കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. കാരണം അത്ര ഹെവി അലർജി ആയിരുന്നു അത് കാരണമാണ് കൊടുക്കാതിരുന്നത്. നല്ല മൾട്ടി വിറ്റമിൻ ആണെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ വർമാജി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഞാനത് കൊടുപ്പ് നിർത്തി. വർമാജിയോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ വഴക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് പറയാതിരുന്നെന്ന് മാത്രം. കുമ്പളങ്ങ നീരും കൂവളത്തിലയും കൂടെ കഴിച്ച് വർമാജി പറയാറുണ്ടല്ലോ, കഴിച്ച് രാവിലെ ഷുഗറിന് നല്ലതാണെന്ന് പറയാറുണ്ട്. അത് പറയുമായിരുന്നു നമ്മള്. ഷുഗറിന് നല്ലതാണ്, ശരിയാണ്. നമുക്ക് നിർത്തിയാലോ? സാറേ, സാറിന് ഹൃദയപൂർവ്വം ഒരു താങ്ക് യു കൂടെ പറയുന്നുണ്ട്. സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠൻ കരൾ വീക്കമായിരുന്നു. അപ്പം പൂവരസിന്റെ ഇലയും കഴിച്ചു, പിന്നെ കീഴാർനെല്ലി 8 തുള്ളി വീതം പിന്നെ പുക്കിളിൽ ഉറ്റിച്ചു. ഭയങ്കര ആശ്വാസം ഉണ്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ചറിയിച്ചിരുന്നു. വളരെ വളരെ ആശ്വാസം. ചെയ്താൽ ഗുണം കിട്ടും. ഈ 2 കാര്യം മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ തന്നെ ഭയങ്കര ആശ്വാസമായി. ലിവർ ബി കോംപ്ലക്സ് കൊടുക്കണം. ബി കോംപ്ലക്സ് അതൊന്നും പറഞ്ഞില്ല. ഈ 2 കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ചെയ്യാൻ. അപ്പൊ അത് ചെയ്തു. ഭയങ്കര ആശ്വാസമാണെന്നാ പറഞ്ഞത്. മദ്യം കഴിക്കുന്ന ആളാണോ? അല്ല. അപ്പൊ വിയർക്കാത്ത ആളായിരിക്കും ചിലപ്പോ. അങ്ങനെ വിയർപ്പിക്കണേ. ഒട്ടും വിയർക്കാത്ത ആളാണ്. ഒരിക്കലും വിയർത്തിട്ടുണ്ടാവില്ല. എപ്പോഴും വീട്ടിൽ കസാര ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഉടനെ വിയർപ്പിച്ചോണം, അല്ലെങ്കിൽ കരള് പോകും. വിയർപ്പിക്കാനുള്ളതും ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്ക് വിയർത്തില്ല എന്നാ പറയുന്നത്. നല്ലപോലെ ഈ നാരങ്ങ പിന്നെ തൈലം ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ വിയർത്തില്ല. സ്റ്റീം ബാത്ത് എടുത്തില്ല. അവിടെ സ്റ്റീം ബാത്തിന് സൗകര്യം എവിടെയാണ് ആള്? 1-2 പ്രാവശ്യം. ഞാൻ താമസിക്കുന്നത് സിംഗപ്പൂര്. ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠൻ കാസർഗോഡ് ജില്ല. ഞാനിവിടെ ഇരുന്നോണ്ട് സാറിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടാണ് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ സാറേ. പക്ഷെ വിയർപ്പിക്കണം, അല്ലെങ്കിൽ വീണ്ടും പോകും. എന്നാ ഇനി ഒന്നും കൂടെ വിളിച്ചു പറയാം, ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ പറയാം. റീസൺ അതായത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്. അതിന്റെ റീസൺ നേരത്തെ മദ്യം കഴിക്കുമായിരുന്നു. നേരത്തെ നന്നായിട്ട് മദ്യം കഴിക്കുമായിരുന്നു. അത് തന്നെ കാര്യം. ഇപ്പോഴും കഴിക്കുന്നില്ല. അത് മേടിച്ചിട്ട് സുഖമായി കഴിയുമ്പോ വീണ്ടും കഴിക്കുമവര്. അതറിയില്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ആശ്വാസമാണ്. അത് കുറെ പ്രാവശ്യം എന്നോട് വിളിച്ചു പറഞ്ഞു. എനിക്ക് എവിടുന്നും കിട്ടാത്ത ഒരാശ്വാസം കിട്ടിയെന്ന്.